എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് നമുക്ക് മാർക്കറ്റ് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പം ഏത് പെയർ വേണമെങ്കിലും നമുക്കൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ പഠിച്ച ട്രേഡിംഗ് കൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രെൻഡ് വെച്ചിട്ടുള്ള കൺസെപ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ബാക്ക് ടെസ്റ്റ് റീസെൻ്റ് ആയിട്ടുള്ള തൊട്ടടുത്തുള്ള ഞാൻ ചെയ്യുന്നില്ല, ഓൾറെഡി അതൊക്കെ ചെയ്തതാണ്. നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ കുറച്ച് ബാക്കൗട്ടുള്ള ഡാറ്റ പോവാം. എന്ന് വെച്ചാൽ അത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡാറ്റ കുറെ ബാക്കൗട്ടുള്ളത് പ്രീമിയം വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം ഒരുപാട് ബാക്കൗട്ട് പോയാൽ നമുക്ക് 15 മിനിറ്റും 30 മിനിറ്റും ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ ഈ വർഷത്തിനുള്ളിൽ തന്നെ 2024 എന്ന് വെച്ചാൽ 2025 പറയുന്നത്, 24-നുള്ളിലെ ഏതെങ്കിലും ഒരു വർഷത്തിലെ ഒരാഴ്ച കംപ്ലീറ്റ് നമുക്കൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഒരുപാട് ബാക്കൗട്ട് ഞാൻ പോകുന്നില്ല. നമുക്കൊരു മാർച്ച് ഫെബ്രുവരി വേണ്ട, അത്രയ്ക്ക് ബാക്കൗട്ട് പോകണ്ട. നമുക്കൊരു സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ടൈം ഫ്രെയിം എടുക്കാം. സെപ്റ്റംബർ മുതലെടുക്കാം. സെപ്റ്റംബർ ഫസ്റ്റ് കിട്ടൂലേ? ചിലപ്പോൾ സൺഡേയോ സാറ്റർഡേ ആണെങ്കിൽ കിട്ടില്ല. ഏതാ ദിവസം? ഫ്രൈഡേ. അപ്പം 30 ഓഗസ്റ്റ് 30. ഓക്കെ. അപ്പോൾ അടുത്ത ദിവസം വരുന്നത് 1-ാം തീയതി നമുക്ക് സാറ്റർഡേ ആയതുകൊണ്ട്, സാറ്റർഡേ ആയതുകൊണ്ട് ആ ചാർട്ടിൽ ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ടുള്ള ഡാറ്റ നമുക്ക് ഉണ്ടാവും. ഓക്കെ. അപ്പം നമ്മൾ മാർക്കറ്റിൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും കറന്റ് മാർക്കറ്റ് ഉണ്ടാവുക. അപ്പം ഞാൻ ഇവിടെ എൻട്രി എടുക്കാനും നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാനും ഒരുപാട് ചാൻസസ് കൂടുതലാണ് അല്ലേ? നമുക്ക് പ്രോഫിറ്റും ഉണ്ടാക്കാം, ലോസും ഉണ്ടാക്കാം. ലോസ് മസ്റ്റ് ആയിട്ടും ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ ട്രേഡിങ്ങിൽ കുറച്ച് റൂൾസ് ഉണ്ടാവും. അതിൽ നമ്മുടെ റിസ്ക് മാനേജ്മെന്റിന്റെ ക്ലാസ് നിങ്ങൾ കണ്ടാൽ നമ്മുടെ റൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ. അപ്പൊ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതിൽ ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് റൂൾസ് പറയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡിലാണ് ട്രേഡ് എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഗോൾഡിൽ മാക്സിമം നമുക്ക് വെക്കാൻ പറ്റുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാക്സിമം ആണേ പറയുന്നത്, മാക്സിമം നമുക്ക് വെക്കാൻ പറ്റുന്ന സ്റ്റോപ്പ് ലോസ് 3 പോയിന്റ് എന്ന് വെച്ചാൽ 35 പോയിന്റ്സ് ആണ് കേട്ടോ. മാക്സിമം ഞാൻ എടുക്കാൻ പോകുന്ന സ്റ്റോപ്പ് ലോസ് പോയിന്റ് 35 പോയിന്റ്. ഇനി എൻ്റെ മാക്സിമം ടാർഗറ്റ് എന്ന് പറയുന്നത് 100 പിപ്സ്. 100 പിപ്സിൽ എനിക്ക് എന്ത് പറ്റണം? 100 പിപ്സിൽ എനിക്ക് ഫസ്റ്റ് ടാർഗറ്റ്, മാക്സിമം ഇപ്പം ഞാൻ റൺ ചെയ്യുന്ന 1 ലോട്ടാണ്, അതിൻ്റെ 90%ഉം 100 പിപ്സിൽ ഞാൻ ക്ലോസ് ചെയ്യും. എൻ്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 100 പിപ്സ് ആണ്. ഇപ്പം നമുക്ക് ട്രേഡിംഗ് റേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ എക്സ്റ്റേണൽ വരെ ടാർഗറ്റ് ചെയ്യാം. പക്ഷേ 1 ലോട്ട് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? 0.90 100 പിപ്സിൽ ക്ലോസ് ചെയ്ത് ബാക്കി മാത്രമേ താഴോട്ട് റൺ ചെയ്യുള്ളൂ. അതിനുശേഷം 40 പിപ്പ് എത്തുമ്പോൾ എൻ്റെ ബ്രേക്ക് ഈവൻ ഞാൻ സെറ്റ് ചെയ്യും, BE ഞാൻ സെറ്റ് ചെയ്യും. 40 പിപ്പിൽ ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്യും. അതേപോലെ 40 പിപ്പിൽ നമ്മൾ ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്യും. അതേപോലെ നമ്മളിപ്പോൾ എൻട്രി എടുക്കുമ്പോൾ ഒരു ഓർഡർ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വലുതാണ്. ഞാൻ പറഞ്ഞു മാക്സിമം 35 പോയിന്റ്സ് ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് കവർ ചെയ്യാൻ പറ്റുക. ഈ 35 പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സ്പ്രെഡും കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ, അല്ലാതെ നമ്മൾ എടുക്കുന്നില്ല. അല്ലാത്ത പക്ഷം നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ ട്രേഡിങ്ങിലെ റൂള് വരുന്നത്. അപ്പോൾ ഒരാഴ്ചത്തെ ഒരു ട്രേഡിംഗ് ബാക്ക് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മുടെ റൂൾസ് വരുന്നത്. അപ്പം ഇതിന്റെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് ഞാൻ പിക് സൈസ് വെച്ചിട്ടാണ് പറയുക. അതേപോലെ നിങ്ങൾക്ക് ടാർഗറ്റും കാര്യങ്ങളും എത്ര സ്റ്റോപ്പ് ലോസ് ഒരു ദിവസം കവർ ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മുടെ റിസ്ക് മാനേജ്മെന്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അത് കാണാത്തവരാണെങ്കിൽ ഒന്നും കൂടെ പോയി കാണുക. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ റൂൾസ്. ഇനി വേറെ റൂൾസ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. നമ്മൾ മാർക്കറ്റിൽ റൺ ചെയ്ത് പോകുമ്പോൾ വേറെ റൂൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിവിടെ പറയാം കേട്ടോ. അപ്പൊ ഞാൻ മായ്ക്കാണ്. ഇതാണ് നമ്മുടെ റൂൾസ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ ഒരു റൂൾ ഉണ്ടാക്കി വെക്കുക. വെറുതെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ട ഡാറ്റകൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് പോകുന്നതിന് പകരം ലൈവ് മാർക്കറ്റിൽ ഇരിക്കുന്ന പോലെ തന്നെ പഠിച്ച് പോവുക. നിങ്ങൾ ഒരിക്കലും ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ മിണ്ടാണ്ടിരുന്ന് ചെയ്യരുത്. പഠിച്ച് പറഞ്ഞ് ചെയ്യുക. ഒരാളെ പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. എനിക്കിപ്പോൾ ഇത് ചെയ്യുന്നത് യൂസ്ഫുൾ ആണ്. എന്താണ്, ഞാൻ ഇങ്ങനെ നിങ്ങളെ പഠിപ്പിച്ചു തരുമ്പോൾ ഞാനും ഇതിൻ്റെ കൂടെ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഡെയിലി മാർക്കറ്റിൽ വന്ന് നോക്കുമ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ, അതേപോലെ ഞാൻ ട്രെൻഡ് മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്ന 3 ടൈം ഫ്രെയിംസ് 1 hour 4 ഡെയിലി. അപ്പോൾ ഡെയിലി ഞാൻ തൽക്കാലം ഫോർവേഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് മാർക്കറ്റ് ഇപ്പം 4 hourന്റെ ക്യാൻഡിലാണുള്ളതെങ്കിൽ ഡെയിലി വെക്കുമ്പോൾ അതൊരു 3-4 ഓൾറെഡി കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നമുക്ക് നടന്നു പോയ കാര്യങ്ങൾ കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഡെയിലിയിലോട്ട് പോകുന്നില്ല. കറണ്ട് ഡെയിലി കാണിക്കും. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഡെയിലി കാണിക്കില്ല. 1 hour 4 hour വെച്ച് മാത്രം ട്രെൻഡ് അനലൈസ് ചെയ്യാം. അതേപോലെ നിങ്ങൾ ലൈവ് മാർക്കറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ ഡെയിലി നോക്കണം, മസ്റ്റായിട്ട് നോക്കണം. ഞാൻ എന്തുകൊണ്ട് ഡെയിലി നോക്കുന്നില്ല എന്ന് പറഞ്ഞു, കാരണം മുമ്പോട്ടുള്ള ചാർട്ട് കാണാൻ പറ്റുന്നത് കൊണ്ടാണ് ഡെയിലി ഞാൻ യൂസ് ചെയ്ത് കാണിക്കാത്തത്. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തത് ചെയ്തു നോക്കാം. അപ്പം ഓവറോൾ നമ്മൾ മാക്സിമം ബ്രേക്ക് ഈവൻ ആവാൻ ശ്രമിക്കുന്നു, ലോസിലോട്ട് പോവാതെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു.
ലോസിലോട്ട് പോയാലും കുഴപ്പമില്ല, നമ്മൾ പെർഫെക്റ്റ് സെറ്റപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എൻട്രി എടുക്കുന്നുള്ളൂ. ഓക്കെ, കോൺഫിഡൻസ് ഇല്ലാത്തവരെ എൻട്രീസ് നമ്മൾ പ്ലേസ് ചെയ്യുന്നില്ല. അപ്പൊ ഡെയിലി നമ്മൾ മാർക്കറ്റിൽ വന്നപ്പോൾ ഡെയിലി നമുക്ക് കാണാൻ പറ്റുന്ന പോയിന്റ് ഓഫ് കാണാൻ പറ്റുന്ന ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഡെയിലി മാർക്കറ്റ് ബുള്ളിഷ് ആണ്. ബെയറിഷ് ആവണ എന്ത് സംഭവിക്കണം? ഈ ഒരു ഇവിടെ ഇന്റേണൽ സ്ട്രക്ചർ ഉണ്ട് നോക്കിയേ. മെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ഹൈയും അടുത്ത മെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ലോയും ആണ്. ഇതിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒന്ന് ബ്രേക്ക് ആയാലും അത് മെയിൻ സ്ട്രക്ചർ എന്ന് പറയുള്ളൂ. സബ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഇന്റേണൽ ആയിട്ടുള്ള ബ്രേക്കുകൾ എടുക്കുക. അവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്, താഴോട്ടൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഇതെങ്കിലും ബ്രേക്ക് ആവണം, അതുപോലും നടന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് മെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് എപ്പോഴും ബുള്ളിഷ് തന്നെയാണ്. ബാക്കിയൊന്നും ബ്രേക്ക് ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ മെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബുള്ളിഷ് ആണ്. ഇനി 4 ഹവറിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. 4 ഹവറിൽ നമ്മൾ എന്തിനാ പോകുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. 4 ഹവറിൽ പോകുമ്പോൾ നമുക്ക് കറണ്ട് മാർക്കറ്റ് സ്ട്രക്ചർ അറിയാൻ പറ്റും. അപ്പൊ 4 ഹവറിലെ മേജർ ആയിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത് BOS ടു ഡൗൺ സൈഡ്. അപ്പൊ മാർക്കറ്റ് 4 ഹവറിൽ എന്ത് ട്രെൻഡ് ആണുള്ളത്? മാർക്കറ്റ് 4 ഹവറിൽ ബെയറിഷ് ട്രെൻഡ് ആണ് കാണിക്കുന്നത്. ഡെയിലിയിൽ ബുള്ളിഷ്, 4 ഹവർ ബെയറിഷ്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ എങ്ങനെ ട്രെൻഡ് ഫൈൻഡ് ഔട്ട് ചെയ്യും? 3 ടൈം ഫ്രെയിം ഉണ്ടെങ്കിൽ 2 ടൈം ഫ്രെയിം ഏത് ഡയറക്ഷൻ ആണോ കാണിച്ചു തരുന്നത് ആ ഡയറക്ഷനിൽ ട്രസ്റ്റ് ചെയ്യാം. അപ്പൊ 4 ഹവർ നമുക്ക് ബെയറിഷ് ഉണ്ട്, അതേപോലെ 1 ഹവർ ഒന്ന് നോക്കാം. 1 ഹവർ നോക്കുമ്പോൾ 1 ഹവറും റീസെന്റ് ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പം 4 ഹവറും ബെയറിഷ്, 1 ഹവറും ബെയറിഷ്, ഡെയിലി ബുള്ളിഷ്. അങ്ങനെയാണ് നമ്മൾ ഏതിനെ ട്രസ്റ്റ് ചെയ്യണം? 4 ഹവറിനെ ട്രസ്റ്റ് ചെയ്യണം. നിങ്ങൾ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്യുക. ട്രെൻഡ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം, അതിൽ ഏതൊക്കെ ടൈം ഫ്രെയിം നമ്മൾ യൂസ് ചെയ്യണം എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് തന്നെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അതെ, അപ്പൊ 1 ഹവറിൽ നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ടു ഡൗൺ സൈഡ്, 4 ഹവറിൽ നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ടു അപ്പ് സൈഡ്, ഡൗൺ സൈഡ്, ഡെയിലിയിൽ നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ടു ഔട്ട് സൈഡ്, അപ്പ് സൈഡ്. അപ്പം 3 ടൈം ഫ്രെയിമിൽ 2 ടൈം ഫ്രെയിം ഡയറക്ഷൻ കാണിച്ചു തന്നത് താഴോട്ട്. അതുകൊണ്ട് നമ്മൾ ഏത് ഡയറക്ഷനിൽ ട്രസ്റ്റ് ചെയ്യുന്നു? ബെയറിഷ്. അപ്പൊ ബെയറിഷ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ട്രേഡിംഗ് റേഞ്ച് വെച്ച് 50%ന്റെ ഉള്ളിൽ നിന്ന് എൻട്രീസ് പ്ലാൻ ചെയ്യാം. നമ്മളല്ലാത്ത പക്ഷം ഒരു എൻട്രീസും എടുക്കുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നു, 50% ഉണ്ടെങ്കിൽ മാത്രം എൻട്രി എടുക്കുന്നു, അല്ലാത്ത പക്ഷം നമുക്ക് എൻട്രീസ് ഇല്ല. നമ്മൾ പറഞ്ഞു പ്രോപ്പർ ആയിട്ടുള്ള ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എൻട്രി എടുക്കുന്നുള്ളൂ, അല്ലാത്ത പക്ഷം നമുക്ക് എൻട്രീസ് ഇല്ല. അപ്പൊ പ്രീമിയം ഡിസ്കൗണ്ട് കൺസെപ്റ്റ് ഒക്കെ എല്ലാവർക്കും അറിയാം. 50%ന് മേലെ എന്തുണ്ടോ അതിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നു. ഇതിന്റെ ഇടയിൽ നമ്മൾ 50 മിനിറ്റ് 30 മിനിറ്റ് ഒന്ന് യൂസ് ചെയ്യുന്നുണ്ട് ലിക്വിഡിറ്റി ഫൈൻഡ് ചെയ്യാനും ചിലപ്പോൾ നമുക്ക് കണ്ടിന്യൂഷൻ എൻട്രി എടുക്കാനും കൂടെ വേണ്ടി കേട്ടോ. 50 മിനിറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു ഏരിയ ഫുള്ള് നമുക്ക് ലിക്വിഡിറ്റി ആണ്. എടുത്തൂടെ? ഈ 3 ടൈം ഫ്രെയിം നമുക്ക് ഈ ഏരിയ ഫുള്ള് നമുക്ക് ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ വരച്ചു നോക്കാം. ഇനി 50 മിനിറ്റില് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ ഉണ്ട്, നമ്മൾ അതിന് പകരം ഹയർ ടൈം ഫ്രെയിം നോക്കാം. ഹയർ ടൈം ഫ്രെയിമിൽ ഒന്നും ഇല്ലെങ്കിൽ മാത്രം ലോവർ ടൈം ഫ്രെയിമിനെ ട്രസ്റ്റ് ചെയ്യുക, അല്ലാത്ത പക്ഷം ഹയർ ടൈം ഫ്രെയിമിനെ മാത്രം ട്രസ്റ്റ് ചെയ്യുക. 1 അവർ, ദെൻ 2 അവർ, 2 അവർ, 2 അവറിൽ ഒന്നുമില്ല, 3 അവർ. 3 അവറിൽ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, പക്ഷെ അത് ഭയങ്കര വലിയ ഓർഡർ ബ്ലോക്ക് ആണ് അല്ലെ. ഇത്രയും വലിയ ഓർഡർ ബ്ലോക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യാം? അതിനെ ഡിവൈഡ് ചെയ്യാം. നമ്മുടെ റൂളിൽ ഒരു കാര്യമാണ്, ഇത് വലിയ ഓർഡർ ബ്ലോക്ക് ആണ്, അതിനെ ഡിവൈഡ് ചെയ്യുക, അല്ലെ എക്സ്ട്രീം പോയിന്റ് എടുക്കുക. ഇതിന്റെ ഉള്ളിൽ 35 പോയിന്റ്സ് പിപ്സ് ആണെങ്കിൽ നമുക്ക് അത് എടുക്കാം, അല്ല ഫുൾ ക്യാൻഡിൽ 30 ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ ഫുൾ ക്യാൻഡിൽ എടുക്കാം, അല്ലാത്ത പക്ഷം 50% എടുക്കാം. ഓക്കെ, അപ്പം 3 അവറിൽ നമുക്ക് ഈ ഒരു സോൺ ഉണ്ട്. 4 അവർ നോക്കാം. 4 അവറിൽ നമുക്ക് അവിടെ ഒന്നുമില്ല, വേറൊരു ടൈപ്പ് ഓഫ് എൻട്രി ഉണ്ട്. അത് ഇൻബാലൻസ് എൻട്രി ആണ്, നമ്മൾ പഠിക്കും, വരുന്ന ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പം അതിപ്പോ നോക്കണ്ട, നമുക്കത് വിട്ടുകളയാം. ദെൻ അപ്പൊ നമുക്കുള്ള എൻട്രി സെറ്റപ്പ് എന്ന് പറയുന്നത് മാർക്കറ്റ് കാണിച്ചു തന്ന സെറ്റപ്പ് ഇതാണ്. നമ്മൾ എത്ര പിപ്സ് മാക്സിമം കവർ ചെയ്യുന്ന സ്റ്റോപ്പ് ലോസ് 350. അപ്പൊ സ്പ്രെഡ് അടക്കാണ്, അല്ലാത്ത പക്ഷം 320 നമുക്ക് നോക്കാം. അപ്പൊ ഇങ്ങനെ എൻട്രി വെക്കുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബ്രീതിങ് സ്പേസ് കൊടുക്കണം. അതുകൊണ്ട് മാത്രം ഞാൻ റൂൾ വയലേറ്റ് ചെയ്യുന്നു, അല്ലാത്ത പക്ഷം ഞാൻ റൂൾ വയലേറ്റ് ചെയ്യില്ല. കുറച്ചൊരു ബ്രീതിങ് സ്പേസ്. അപ്പോൾ ബ്രീതിങ് സ്പേസ് ഇല്ല, കിട്ടുന്നില്ലെങ്കിൽ ചെയ്യാം, മേലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, അതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. എന്നിട്ട് ബ്രീതിങ് സ്പേസ് കൊടുക്കുന്ന രീതിക്ക് വെക്കുക. ഓക്കെ, ഇതാണ് കറന്റ് എൻ്റെ ട്രേഡിംഗ് സെറ്റപ്പ്. എന്ത്? നമ്മുടെ ട്രെൻഡ് വെച്ചിട്ട് ഇതാണ് എൻ്റെ കറന്റ് ഉള്ള സെറ്റപ്പ്. അപ്പോൾ പ്രൈസ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്താൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. ദെൻ പ്രൈസ് എന്ത് ചെയ്തു നോക്കിയേ, ഓരോ ബ്രേക്കിനും നമ്മൾ ആ ടൈം ഫ്രെയിം റീഡ് ചെയ്ത് പോവാം. ഇവിടെ ഒരു എൻട്രി നമുക്ക് ഉണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. 1 അവറിൽ നമുക്ക് മേജർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇതായിരുന്നു, പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്തു? 1 അവറിൽ വേറൊരു മേജർ ബ്രേക്ക് തന്നു. നോക്കിയേ, മേജർ BOS. ഇങ്ങനെ ഒരു മേജർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിനെ ട്രസ്റ്റ് ചെയ്യാം. ട്രേഡിംഗ് റേഞ്ച് ആ ഹൈയും ഈ ലോയും തന്നെ നമുക്ക് എടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം
ഇവിടെ ഒരു വേറൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്ന ഒരു ലോയും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം 1 അവറിൽ നമുക്ക് ബെയറിഷ് കിട്ടി. ഇനി 4 അവർ നോക്കട്ടെ. 4 അവർ നമുക്ക് ബിഗ് ബ്രേക്ക് ആണ്, കുഴപ്പമില്ല. ഡെയിലി ഞാൻ കാണിക്കുന്നില്ല, അറിയാലോ അതിന്റെ റീസൺ. ഇനി 50% നമുക്ക് ഇവിടെ തന്നെ ഒരു സംഭവം ഉണ്ട്, പക്ഷെ അതിന് വേണ്ട ലിക്വിഡിറ്റി ഉണ്ട്. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. ഇത്ര അടുത്ത് ലിക്വിഡിറ്റി ഉള്ളതുകൊണ്ട് ഇതിന്റെ തൊട്ട് മേലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എടുക്കായിരുന്നു, പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഉണ്ട്, പക്ഷെ അത് അഡ്വാൻസ് കൺസെപ്റ്റ് ആണ്, അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. നമുക്കുള്ളത് അങ്ങ് മേലുള്ള ഓർഡർ ബ്ലോക്ക് ആണ്. അപ്പൊ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം, നോക്കാം. നമ്മളൊരു സംഭവം പഠിക്കുമ്പോൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ, ഇടയിൽ വേറെ ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നോക്കാം. ദെൻ എൻട്രി വരുന്നുണ്ടോ നോക്കാം. പ്രൈസ് ഈ ലിക്വിഡിറ്റിനെ സ്വീപ്പ് ചെയ്താൽ നമുക്ക് അതിനെ ട്രസ്റ്റ് ചെയ്യാം, എന്നിട്ട് അതിന്റെ മേലുള്ള പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിന് പ്രയോറിറ്റി കൊടുക്കാം. ഓക്കെ, ഇതാണ് നമുക്കുള്ള ലിക്വിഡിറ്റി കേട്ടോ. ഓക്കെ, ലിക്വിഡിറ്റി. ദെൻ യെസ്, പ്രൈസ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, പക്ഷെ നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെയാണ്. നോക്കുക, വരച്ചു വെക്കാം. കറക്റ്റ് ന്യൂയോർക്ക് ടൈം ആണ്. ഞാൻ ടൈമും കാര്യങ്ങളും ഇതിൽ പറയുന്നില്ല, അതൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. എല്ലാം കൂടെ കൺഫ്യൂഷൻ ആക്കുന്നില്ല, അതുകൊണ്ട് ടൈം നോക്കുന്നില്ല. ഞാൻ എൻട്രി വരച്ച് പോവാണ് കേട്ടോ. ദെൻ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, പ്രൈസ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്തു. ഓക്കെ, നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഇതിനെ തന്നെ ട്രസ്റ്റ് ചെയ്യാം. പ്രൈസ് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ഉള്ളതുകൊണ്ട് അതിനെ ട്രസ്റ്റ് ചെയ്യണം, പക്ഷെ പ്രൈസ് മേലോട്ട് വരുമോ ഇല്ലയോ എന്ന് നോക്കാം. അഗെയിൻ പ്രൈസ് അവിടെ ലിക്വിഡിറ്റികൾ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ മേലെ ഒരു പോയിന്റ് ഉണ്ട്, അതിന് ട്രസ്റ്റ് ചെയ്യായിരുന്നു, പക്ഷെ പ്രൈസ് ഭയങ്കര മേലെ ആയിപ്പോയി. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ കുറച്ചുകൂടി ചെയ്തൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു. എന്താ? റീസെന്റ് ആയിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നോക്കുക. അപ്പൊ 1 അവറിൽ അഗെയിൻ വി ഹാവ് എ ക്ലീൻ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. എന്തുകൊണ്ട് ഞാൻ ഇതിനെ എടുത്തു? ഇന്റേണൽ സ്ട്രക്ചറിനെ എന്തിനെ എടുത്തു? എന്താന്ന് വെച്ചാൽ ഈ ഒരു ലോ എന്ന് പറയുന്നത് ഒരു ഹയർ ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട്. കറക്റ്റ് ആണോ നോക്കിയേ. ആ ഹയർ ഹൈ ആണ് പിന്നെ താഴോട്ട് നമുക്കൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് ഇതിന് ഞാൻ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആക്കി എടുത്തു. അതുകൊണ്ട് ഇതിന് എനിക്ക് ട്രസ്റ്റ്. അപ്പോൾ 1 അവർ അഗെയിൻ വി ഹാവ് എ ക്ലീൻ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ബോഡി ബ്രേക്ക് ഇല്ല, വിക്ക് ബ്രേക്കേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ലോയിനെ എടുക്കുന്നു. ഒരു കാര്യം കൂടെ പറയാം, ഇത് 50% ഇവിടെ വെക്കുമ്പോൾ ടാപ്ഡ് ആണോ നോക്കട്ടെ. ടാപ്ഡ് അല്ല, ജസ്റ്റ് പിക് സൈസിന് മിസ് ആണ് അല്ലേ. അപ്പം അതല്ല, പക്ഷെ നമുക്ക് ട്രേഡിംഗ് റേഞ്ച് താഴോട്ട് മാറ്റി നോക്കുമ്പോൾ ഓൾറെഡി 50% ടാപ്ഡ് ആണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പ്രൈസ് 50% ഉള്ളത് കൊണ്ട് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തുകൊണ്ട് ഇനി പ്രൈസിന് മേലോട്ട് പോകാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ ട്രേഡിംഗ് റേഞ്ച് ഒന്ന് മാറ്റി ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, ഈ ഒരു പോയിന്റിന് വാലിഡിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഉണ്ട്. ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് തന്നെ പ്രയോറിറ്റി കൊടുക്കാം. ഞാൻ ഡിലീറ്റ് ആക്കുന്നു എന്ന് മാത്രം, പക്ഷെ നിങ്ങളത് മനസ്സിൽ വെക്കുക. ഇത് ബ്രേക്ക് ആയാൽ നമുക്ക് ഇവിടെ എൻട്രി പ്ലാൻ ചെയ്യാം. അല്ലാത്ത പക്ഷം എനിക്കിവിടെ ട്രേഡിംഗ് റേഞ്ച് ഇതിനെ തൽക്കാലം ട്രസ്റ്റ് ചെയ്യാം. എന്താണ് അതിന്റെ റീസൺ? ഞാൻ ആ റീസൺ എക്സ്പ്ലെയിൻ ചെയ്തു. മനസ്സിലാവാത്തവരൊന്നും കൂടെ നോക്കാം. ഓക്കെ, എന്തിനാ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ കറണ്ട് നടന്നിട്ടുള്ള റീസെന്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറുകളെ നോക്കിയാൽ മാത്രമേ നമുക്ക് ഇൻട്രാഡേ സെറ്റപ്സിൽ എൻട്രി കിട്ടൂ. അതുകൊണ്ട് ഇനി ഇത് തന്നെ നടക്കണം, മറ്റേ നടന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണോ മാർക്കറ്റ് കറണ്ട്ലി നിങ്ങളെ കാണിച്ചു തരുന്നത് അതിനെ ട്രസ്റ്റ് ചെയ്യാം. അപ്പൊ എനിക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. 1 അവറിൽ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു. 1 അവറിൽ ബെയറിഷ് ആണ്, 4 അവറിൽ ഓൾസോ മേജർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ബെയറിഷ് ആണ്, മൈനറും കൂടെ ബിഗ് ബ്രേക്ക് ആയതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ബെയറിഷ് തന്നെയാണ്. അപ്പൊ ഇവിടെ ഒരു ട്രേഡിംഗ് റേഞ്ച് വരച്ചു. 50%-നുള്ളിലെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് നോക്കണം. 50% പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വേണം? ലിക്വിഡിറ്റി വേണം. ലിക്വിഡിറ്റി ഇവിടെ ഞാൻ കണ്ടുപിടിച്ചു. ഓക്കെ, ലിക്വിഡിറ്റി. ഇനി 50%-ന്റെ മേലെ ലിക്വിഡിറ്റി ഉണ്ട്, അതിന്റെ മേലെ എന്താണ് വേണ്ടത്? നമുക്ക് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ 1 അവറിൽ അവിടെ അങ്ങ് മേലെയാണ് ഈ ഒരു സോൺ. ഇത്രയും വലിയൊരു ഓർഡർ ബ്ലോക്ക് നമ്മൾ എടുക്കുമോ? ഇല്ല. ഇങ്ങനെ ഒരു ഓർഡർ ബ്ലോക്ക് വന്നാൽ നമുക്കത് 50 ഡിവൈഡ് ചെയ്യാം. അല്ലാത്ത പക്ഷം ഞാൻ അതിന്റെ എക്സ്ട്രീം പോയിന്റ് എടുക്കാം. 1. 2. 2 അവറിൽ പോയി നോക്കാം. 2 അവറിൽ അവിടെ ഒന്നുമില്ല. 3 അവർ പോയി നോക്കാം. 3 അവറിലും ഒന്നുമില്ല. 4 അവർ പോയി നോക്കാം. 4 അവറിലും ലിക്വിഡിറ്റിന് മേലെ ഒന്നുമില്ല. അങ്ങനെ വന്നാൽ നമുക്ക്, ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ലോവർ ടൈം ഫ്രെയിം പോവാം. 30 മിനിറ്റ്സിൽ പോയി. 30 മിനിറ്റ്സിൽ സെയിം സംഭവം ഉണ്ട്, എടുക്കാം അല്ലേ. 30 മിനിറ്റ്സിൽ അതിന്റെ താഴെ വേറെ ഒന്നും ഞാൻ കാണുന്നില്ല. ലിക്വിഡിറ്റിന്റെ താഴെ ഞാൻ വേറെ ഒന്നും കാണുന്നില്ല. ദെൻ 30 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമുക്ക് 50 മിനിറ്റ്സും പോകും. അതിന്റെ താഴെ പോയിട്ട് നമ്മൾ വേറെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കരുത്. 50 മിനിറ്റ്സിൽ നമുക്ക് അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. എടുത്തൂടെ? എടുക്കാം. എക്സ്ട്രീം പോയിന്റ് ആണ്, അത് എടുക്കാം. അല്ലാത്ത പക്ഷം നമുക്ക് ഈ ഓർഡർ ബ്ലോക്ക് കംപ്ലീറ്റ് എടുക്കാം. പക്ഷെ ഞാൻ ഒരു റൂൾ പറഞ്ഞിരുന്നു, 35 പിപ്സ് വിത്ത് സ്പ്രെഡ്. അപ്പൊ 35 പിപ്സ് വിത്ത് സ്പ്രെഡ് എന്ന് പറയുമ്പോൾ 325 എന്ന് വെച്ചാൽ 325 നമുക്ക് ഇവിടെ കവർ ചെയ്യാൻ കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പൊ നമ്മൾ സെല്ലിംഗ് പൊസിഷൻ എടുത്തിട്ട് എൻട്രി വെക്കുന്നു. 325 സുഖമായിട്ട് കിട്ടും. അപ്പൊ നമുക്ക് 50% ഡിവൈഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതിന്റെ റീസൺ എന്താ നിങ്ങൾ പറഞ്ഞു അല്ലേ. ഓക്കെ, ഇനി
ഇത് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കേണ്ടവർക്ക് എടുക്കാം, നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ കൂടും. പക്ഷെ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തത്, എന്റെ സ്റ്റോപ്പ് ലോസ് ഇതിൽ കവർ ആവുന്നുണ്ട് ഈ ഓർഡർ ബ്ലോക്കിൽ. ദെൻ എന്തിനാണ് ഞാൻ ഇതിന് അല്ലാത്ത പക്ഷം ഇതിനെ കുറയ്ക്കേണ്ട കാര്യം ഇല്ല. റൂൾ ആദ്യം പറഞ്ഞു തന്നിരുന്നു അല്ലെ. അപ്പൊ ലിക്വിഡിറ്റി കിട്ടി, നമ്മുടെ എൻട്രി എടുക്കുന്ന പോയിന്റ് കിട്ടി. എങ്ങോട്ടാ ടാർഗറ്റ് ചെയ്യേണ്ടത്? എന്റെ മെയിൻ ടാർഗറ്റ് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞു, 100 പിപ്സിൽ ഞാൻ എത്ര എടുക്കും? 100 പിപ്സിൽ ഞാൻ 90% ക്ലോസ് ചെയ്യും. ഓക്കെ, 90%. ഇവിടെ എനിക്ക് 90% എടുക്കണം. ബാക്കി ഞാൻ എങ്ങോട്ട് വെക്കും? എക്സ്റ്റേണലോട്ട് വെക്കാനുള്ള റീസൺ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നു. എന്താ? ട്രേഡിംഗ് റേഞ്ച്. അപ്പം എന്താണ് ഞാൻ ഇവിടെ ചെയ്തതെന്നൊക്കെ ഒന്നും കൂടെ മനസ്സിലാവാത്തവര് ബാക്കോട്ട് അടിച്ച് കാണുക. ഇനി ഇവിടെയാണ് എന്റെ ലിക്വിഡിറ്റി, ഇവിടെയാണ് എന്റെ ഇത്. ഇനി നമുക്ക് എല്ലാം സെറ്റപ്പ് ചെയ്തു വെച്ചാൽ ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ള? MT5 ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു. ഇതിലല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് ഇവിടെ ചെയ്യാനില്ല അല്ലെ. എന്താ നടക്കുന്നത് നോക്കാം. ദെൻ പ്രൈസ് വന്നു, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യണം. ലിക്വിഡിറ്റി നമുക്ക് സ്വീപ്പ് ചെയ്താലേ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലിക്വിഡിറ്റി സ്വീപ്പ് കയറി വരുന്നുണ്ട് പ്രൈസ്. യെസ്, പ്രൈസ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ദെൻ പ്രൈസ് ബൾക്കി ക്യാൻഡിൽസ് ആണ് കയറി വരുന്നത്. നോക്കിയേ അല്ലെ, 1 അവർ അത് ടാപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ 50 മിനിറ്റ് കാണിച്ചു തരാം കേട്ടോ. ബ്രേക്ക് ആയാൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ബ്രേക്ക് സ്ട്രക്ചർ എങ്ങോട്ടാന്ന് നോക്കിയിട്ട് എൻട്രി എടുക്കും. അതിലൊന്നും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോ ചെയ്യുന്നത് എന്താ? മാർക്കറ്റിന്റെ കറണ്ട് ബ്രേക്ക് സ്ട്രക്ചറുകളും കാര്യങ്ങളും നോക്കുന്നു. അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ഓക്കെ, പ്രൈസ് ലണ്ടൻ സെക്ഷനിൽ പ്രൈസ് വന്ന് ടാപ്പ് ചെയ്തു. ഇനി ടാർഗറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ദെൻ പ്രൈസ് റിജക്ട് ചെയ്തു. നമുക്ക് എത്ര പിപ്സിൽ ആ സ്റ്റോപ്പ് ടാർഗറ്റ്? ഇത് ഞാൻ പറഞ്ഞ ബ്രേക്ക് ഈവൻ 40 പിപ്സ് അല്ലെ. 40 പിപ്സിൽ അല്ലെങ്കിൽ വരച്ചു വെക്കുന്ന പോയിന്റ്സ് ആണ് ബ്രേക്ക് ഈവൻ. ടാർഗറ്റ് പോയാൽ നമുക്കത് വരച്ചു വെക്കാം. അപ്പം നമുക്കിവിടെ ബ്രേക്ക് ഈവൻ കിട്ടി. ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞാൽ എന്താ? എൻട്രി ഈസ് ഈക്വൽ ടു എക്സിറ്റ്. അങ്ങനെയാണ്. എനിക്ക് അവിടെ റിസ്ക് ഉണ്ടോ? ഇല്ല. ഞാൻ ഇങ്ങനെ ഇതിന്റെ മേലെ വരച്ചു വെക്കുന്നത് താഴോട്ട് പോകുന്ന കാണാനായിട്ട്. അങ്ങനെ പോയാൽ കാണാം. അപ്പം എനിക്ക് ബ്രേക്ക് ഈവൻ, എനിക്ക് ഇവിടെ റിസ്ക് ഫ്രീ ആണ്. ഇനി മാർക്കറ്റ് മേലോട്ട് വന്നാൽ ഞാൻ പ്രോഫിറ്റിൽ ഇറങ്ങും. എന്ന് വെച്ചാൽ ബ്രേക്ക് ഈവനിൽ ഞാൻ പകുതി പാർഷ്യൽ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് ബ്രേക്ക് ഈവനിൽ എനിക്ക് പകുതി പ്രോഫിറ്റ്. ഇനി എനിക്ക് ലോസ് ഉണ്ടോ? ഇല്ല. ഇനി മാർക്കറ്റ് എന്താ ചെയ്യുന്നത്? മാർക്കറ്റ് മെൽറ്റിംഗ്. എന്തുകൊണ്ടാണ് മെൽറ്റിംഗ്? നോക്കിയേ, കംപ്ലീറ്റ്സ് ഇറ്റ്സ് എ കർവ് ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി. അതുകൊണ്ടാണ്. കർവ് ടൂള് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ല. കർവ് ഇവിടെ ഉണ്ട്. ടൈം അതിനു വേണ്ടി കളയുന്നില്ല. ഇതും കൂടെ നോക്കട്ടെ കേട്ടോ. ഇതിലുണ്ടാവുമെന്നാണ് എൻ്റെ എക്സ്പെക്ടേഷൻ. ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, ആർക്ക്, ട്രയാങ്കിൾ. ഓക്കെ, പോട്ടെ, സമയം കളയുന്നില്ല. അപ്പം കർവ് ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി ഇവിടെ ഉള്ളതുകൊണ്ട് ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാൻ ഇത്രയും ബൾക്കി ക്യാൻഡിൽസ് താഴോട്ട് ഇറങ്ങി വരുന്നത്. അപ്പൊ 100 പിപ്സ് എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ആൻഡ് ബ്രേക്ക് ഈവൻ. ബ്രേക്ക് ഈവൻ ഓൾറെഡി ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ എടുത്ത് എത്ര പെർസെൻറ്റേജ്? 90% ക്ലോസ് ചെയ്തു. അപ്പൊ എന്റെ 90% ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ബാക്കി എനിക്ക് എത്ര പോയിന്റ്? 10%. അത് റിസ്ക് ഫ്രീ ആണ്. എനിക്ക് വലിയ പേടിക്കാനില്ല അല്ലെ. അതെങ്ങോട്ട് റൺ ചെയ്യാം? എക്സ്റ്റേണൽ. നോക്കാം, തിരിച്ച് കയറുന്നത് നമുക്ക് പേടിക്കാനുണ്ടോ? ഇല്ല. എനിക്ക് 90% പ്രോഫിറ്റ് കിട്ടി. ഈ ബ്രേക്ക് ഈവനിൽ ഞാൻ ഇത്തിരി പ്രോഫിറ്റും കൂടെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ റിസ്ക് റിവാർഡ് വെച്ച് നോക്കി കറക്റ്റ് റേഷ്യോ വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. ബ്രേക്ക് ഈവനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 20% ക്ലോസ് ചെയ്താൽ ബാക്കി 90% ഇവിടെ ക്ലോസ് ചെയ്യാനുണ്ടാവില്ല. അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പൊ ഞാൻ എന്റെ റേഷ്യോ പറഞ്ഞു മാത്രം. ദെൻ റൺ ചെയ്തു. ദെൻ ഓക്കെ, ഹ്യൂജ് ക്യാൻഡിൽസ് അല്ലെ. അത്രയും ബൾക്കി ക്യാൻഡിൽസ് വന്നതിന്റെ റീസൺ എന്താ? ലിക്വിഡിറ്റി. അപ്പൊ എക്സ്റ്റേണലിലോട്ട് പോയി. അപ്പം നമുക്ക് ഫസ്റ്റത്തെ ട്രേഡ് പ്രോഫിറ്റ്. ഫസ്റ്റത്തെ അല്ല, രണ്ടാമത്തെ ട്രേഡ്. ഫസ്റ്റത്തെ ട്രേഡ് നമുക്ക് എൻട്രി എടുത്തോ? ഇല്ല. ഫസ്റ്റത്തെ ട്രേഡ് ഇവിടെയാണ് അല്ല, അത് വരച്ചു വെച്ചിട്ടുണ്ട്. അവിടെ വന്നാൽ നമുക്ക് ആ എൻട്രി എടുക്കാം. അപ്പൊ ഇത് ഇവിടെ നിന്ന് തന്നെ എക്സ്റ്റേണൽ പൊട്ടിച്ചുകൊണ്ട് തന്നെ ഇനി ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് എക്സ്പെക്ടേഷൻ ഇല്ല. അത് അവിടെ നിൽക്കട്ടെ. ദെൻ അപ്പം ഫസ്റ്റത്തെ എൻട്രി നമുക്ക് ഇവിടെ 100 പിപ്പ് പ്രോഫിറ്റ് കിട്ടി. അപ്പൊ ഫസ്റ്റത്തെ എൻട്രി ഇവിടെ എഴുതി വെക്കാം, 100 പിപ്പ് പ്രോഫിറ്റ്. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അടുത്തത് നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ കറണ്ട് മാർക്കറ്റ് സ്ട്രക്ചർ നോക്കണം. ഞാൻ അത് ഡിലീറ്റ് ചെയ്യാണ്. നിങ്ങളത് കണ്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, കറണ്ട് മാർക്കറ്റ് ഞാൻ അതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തു. ഇനി കറണ്ട് മാർക്കറ്റ് സ്ട്രക്ചർ സ്ക്രീൻഷോട്ട് ആയോ നോക്കട്ടെ. ഓക്കെ, ദെൻ കറണ്ട് മാർക്കറ്റ് സ്ട്രക്ചർ നമുക്ക് എന്ത് കിട്ടി? ബെയറിഷ് കിട്ടി, ട്രേഡിംഗ് പ്രോഫിറ്റ് ഒക്കെ കിട്ടി. ഞാനത് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്തത് 1 അവർ പോകുന്നു. ഡെയിലി ഞാൻ പോകുന്നില്ല, റീസൺ നിങ്ങളോട് പറഞ്ഞു അല്ലെ. 1 അവറിൽ കറണ്ട് മാർക്കറ്റ് സ്ട്രക്ചർ എന്താ നോക്കിയേ. വി ഹാവ് ബെയറിഷ്. നോക്കിയേ, ബോഡി ക്ലോസ് ഉണ്ടോ? ബോഡി ക്ലോസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെടുക്കാം? ബെയറിഷ് എടുക്കാം. അപ്പൊ ബോഡി ക്ലോസ് ഉണ്ടെങ്കിൽ ബെയറിഷ്. ദെൻ അടുത്തത് എന്താ?
4 അവർ നോക്കുക. 4 അവർ നമുക്ക് എന്താ ഉള്ളത്? 4 അവർ ഓൾസോ സെയിം ബ്രേക്ക് സ്ട്രക്ചർ. അപ്പം രണ്ട് ടൈം ഫ്രെയിം ഒരു ഡയറക്ഷൻ കാണിച്ചു തന്നാൽ നിങ്ങൾ എന്തിനെ ട്രസ്റ്റ് ചെയ്യണം? ആ ഡയറക്ഷൻ ട്രസ്റ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബെയറിഷ് കിട്ടി. അടുത്ത എക്സ്പെക്ടേഷൻ എന്താ? ഓക്കെ, അടുത്ത എക്സ്പെക്ടേഷൻ ട്രേഡിംഗ് റേഞ്ച് വരയ്ക്കുന്നു. 50% ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻട്രി എടുക്കുന്നു. അതിന് മുമ്പ് ലിക്വിഡിറ്റി കണ്ടുപിടിക്കണം. അപ്പം 50 മിനിറ്റിൽ വന്നപ്പം 50 മിനിറ്റിൽ നമുക്ക് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇവിടെ വേറെ ഒന്നും കാണാനില്ല അല്ലെ. ഇവിടെ ഉള്ളത് ഈ ലിക്വിഡിറ്റി ആണ്. ഇതിന്റെ മേലുള്ള എന്തെങ്കിലും പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എടുക്കാം. അല്ലാത്ത പക്ഷം ഇവിടെ ലിക്വിഡിറ്റി വേണമെന്ന് അതില്ല. ദെൻ 1 അവർ, 1 അവറിൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ സോൺ എന്ന് പറയുന്നത് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ആണ്. അതിന് നമ്മൾ ഡിവൈഡ് ചെയ്താൽ ഈ വിക് സോണിലെത്തും. അതുകൊണ്ട് ഞാൻ തന്നെ വിക് സോൺ വരച്ചു വെക്കുകയാണ്. ദെൻ 2 അവർ, 2 അവറിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കാം. 2 അവർ വലിയൊരു ഏരിയ ആണ്, ഞാനത് എടുക്കുന്നില്ല. 3 അവർ, 3 അവർ ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, 3 അവർ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. നമുക്കതിനെ ബോഡി വേണേ ബോഡി മാത്രമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഈ എക്സ്ട്രീം പോയിന്റ് മാത്രമായിട്ട് എടുക്കാം. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ആ ലിക്വിഡിറ്റി ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. ആ ലിക്വിഡിറ്റി ഉള്ളത് കൊണ്ട് ആ സോൺ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അവിടെ നിന്ന് മാറ്റി. ഓക്കെ, ആ സോൺ തന്നെ പ്രൈവറ്റ്. എന്തുകൊണ്ടാണ് ഞാൻ കൊടുത്തതെന്ന് മനസ്സിലായോ? ലിക്വിഡിറ്റി ഞാൻ ഇവിടെ വരച്ചു വെച്ച ലിക്വിഡിറ്റി ഇല്ലേ, ആ ലിക്വിഡിറ്റി ആണ് ആ സോൺ. അതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ല. ദെൻ 4 അവർ, 4 അവർ സെയിം സോൺ ആണ്. ലിക്വിഡിറ്റി നോക്കി വരച്ച് കാണിച്ചു തരാം കേട്ടോ. ലിക്വിഡിറ്റി അല്ലാത്ത ഓപ്ഷൻ എനിക്ക് അത് എടുക്കായിരുന്നു. നോക്കിയേ, ലിക്വിഡിറ്റി ആയതുകൊണ്ട് അല്ലെങ്കിൽ ആ സോൺ പെർഫെക്റ്റ് ആണ്, നമുക്ക് എടുക്കാം. വേറെ ലിക്വിഡിറ്റി അതിന്റെ താഴെ എങ്ങനെ വേണമായിരുന്നു കാണിച്ചു തരാം. പാത്ത് ടൂൾ എടുത്തതിന് ശേഷം അതിന്റെ താഴെ ഇങ്ങനെ ഒരു ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ നമുക്കതിനെ ട്രസ്റ്റ് ചെയ്യാം. അങ്ങനെയാണ് ഇതിനെ എടുക്കാം. പക്ഷെ അത് ഇല്ലാത്തത് കൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ 50 മിനിറ്റ് നമുക്കൊന്നുമില്ല. അതിന് താഴെ പോകണമെന്ന് വെച്ചാൽ ലിക്വിഡിറ്റി നമ്മൾ നോക്കാൻ പോകരുത്. പോകുന്നത് ട്രാപ്പാണ്. എപ്പോഴും നമുക്ക് ഒരേപോലെ ആവണമെന്നില്ല. അതിന്റെ താഴെ എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് ഒക്കെ ഉണ്ട്. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ചെറിയൊരു ലിക്വിഡിറ്റി ഉണ്ട്. പക്ഷെ എനിക്ക് ട്രസ്റ്റബിൾ അല്ല, ഞാൻ അത് എടുക്കുന്നില്ല. നിങ്ങൾ അത് എടുക്കണ്ട, ഞാൻ കാണിച്ചു തരുന്നത് മാത്രം. അങ്ങനെ എടുക്കണ്ട കേട്ടോ, അങ്ങനെ എടുത്താൽ ട്രാപ്പ് ആവും. ദെൻ അപ്പൊ ഈ സോൺ ഞാൻ എടുക്കുന്നില്ല, പോട്ടെ. നമുക്ക് ലിക്വിഡിറ്റി ഈ ഒരു ഏരിയ ആണ്. ദെൻ ഈ സോണാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് 30 പിപ്സ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടോ നോക്കാം. 30 പോയിന്റ്. ഓക്കെ, കുഴപ്പമില്ല. ബ്രീതിങ് സ്പേസും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിന് പ്രയോറിറ്റി കൊടുക്കാം. എങ്ങോട്ടാ ടാർഗറ്റ്? എക്സ്റ്റേണൽ അല്ലേ. ഇത്രയാണ് നമ്മുടെ എൻട്രി. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള എൻട്രി ആണോ? ആണ്. ഇനി നമുക്ക് പ്രൈസ് ആണ് തീരുമാനിക്കേണ്ടത്. ഓ, ന്യൂസ് ആണ് അല്ലെ. പ്രൈസ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. നോക്കിയേ, ലിക്വിഡിറ്റി ഗോട്ട് സ്വീപ്ഡ്. 50 മിനിറ്റ് ആയിട്ട് വരയ്ക്കാം. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു അല്ലെ. ഇനി ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇന്റേണൽ ആയിട്ട് ആക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ 1 സെക്കൻഡ്, 5 മിനിറ്റും കൂടെ ഒന്ന് നോക്കട്ടെ കേട്ടോ. ലിക്വിഡിറ്റി സ്വീപ്ഡ് ആണ്. ഇനി നമ്മുടെ ഈ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് നമുക്കുള്ള കളി. അവിടെ വന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. കാരണം അവിടെ വേറെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റോ നമുക്ക് എൻട്രി എടുക്കാനുള്ള ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. ഓ, പ്രൈസ് അവിടെ നിന്ന് റിജക്ട് ചെയ്ത് ലിക്വിഡിറ്റി. ഇത് എവിടെ നിന്നാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ കുറച്ചിനെ ഒഴിവാക്കിയ സോണുകളില്ലേ, 4 അവറിന്റെ ഒക്കെ, അതിൽ നിന്നാണ് പോകുന്നത്. പക്ഷെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. കാരണം എന്താ, ലിക്വിഡിറ്റി ആണ് ഏറ്റവും മെയിൻ. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റൂ. എന്തുകൊണ്ടാണ് ഞാൻ അവിടെ എടുക്കാത്തത്? നമുക്ക് അവിടെ വേണ്ടത്ര ലിക്വിഡിറ്റി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി. പക്ഷെ പ്രൈസ് വന്ന് ടാപ്പ് ചെയ്തത് ആ ഒരു സോണിലായിരുന്നു. ഉണ്ടാവും അല്ലേ, കറക്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് പോയി. പോട്ടെ, അതിലും നമുക്കൊന്നും ചെയ്യാനില്ല. എൻട്രി മിസ്സാവും. പക്ഷെ നമ്മുടെ പെർഫെക്റ്റ് സെറ്റപ്പ് എപ്പോഴും അതിൽ തന്നെ ഫോക്കസ് ചെയ്യാം. നോക്കാം, അവിടെ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്തു. ഏറ്റവും വലിയൊരു എൻട്രി സ്വീപ്പ് ചെയ്തു പോയി. പോട്ടെ, റിജക്റ്റഡ്. യെസ്, പ്രൈസ് അവിടെ നിന്ന് എടുത്തെടുത്ത് പോവാണ്. ഒന്നും ചെയ്യില്ല. നമുക്കവിടെ നമ്മുടെ പോയിന്റിൽ ടാപ്പ് ചെയ്താൽ മാത്രം എടുക്കാണ്. ഇനിയിപ്പോ ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് ഒരു 4 അവർ പോയിന്റിൽ ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ ലോവർ ടൈം ഫ്രെയിമിൽ കണ്ടിന്യൂഷൻ നോക്കാം. അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. അത് ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് മേലത്തെ എൻട്രിക്ക് പ്രയോറിറ്റി കൊടുക്കാം. ദെൻ ഏറ്റവും ലോവർ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് ഏറ്റവും മാക്സിമം പോവാം. അതിന്റെ താഴോട്ട് ഞാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഈ 5 മിനിറ്റിലോട്ട് വന്നേ? ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, 4 അവറിൽ ടാപ്പ് ചെയ്തു, അതുകൊണ്ട് മാത്രം. അല്ലാത്ത ഓപ്ഷൻ ഞാൻ വരുമോ? ഇല്ല. നമുക്ക് വേറെ എൻട്രി, മെയിൻ എൻട്രി ഇവിടെ ഉണ്ട്. സബ് എൻട്രി ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നത് മാത്രം കേട്ടോ. ദെൻ 5 മിനിറ്റിൽ റിജക്ട് ചെയ്തു. ദെൻ റിജക്ട് ചെയ്തു. പ്രൈസ് പോവുകയാണ്. എക്സ്റ്റേണൽ ഇതാണ്. അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാൻ പറ്റില്ല കേട്ടോ. റിജക്റ്റഡ്. യെസ്, പ്രൈസ് ഇവിടെ വേറൊരു സംഭവം ചെയ്തു, ശ്രദ്ധിച്ചോ? മെയിൻ പിന്നെയും പ്രൈസ് ഇന്റേണൽ ആയിട്ടുള്ള സബ് ലിക്വിഡിറ്റികൾ സ്വീപ്പ് ചെയ്തു. ഓക്കെ, ഇത് ലോവർ ടൈം ഫ്രെയിം ആണ്. അപ്പൊ ലോവർ ടൈം ഫ്രെയിം നമ്മൾ പണ്ടൊരു സംഭവം പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താ പഠിച്ചേ? നമുക്ക് ഈ ഒരു ഏരിയ നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് പ്രൈസ് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇതിനെ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എന്താക്കാം,
എൻട്രി പ്ലാൻ ചെയ്യാം അല്ലെ. നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ കിട്ടി അല്ലെ. ഓക്കെ, ഇത് ഇന്റേണൽ സ്ട്രക്ചർ ആണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എടുക്കുന്നത്? പ്രൈസ് ഹയർ ടൈം ഫ്രെയിം 4 അവറിന്റെ, അത് എഴുതി വെക്കാം അല്ലെ, എല്ലാവരും കൺഫ്യൂഷൻ ആണ്. 4 അവറിന്റെ ഒരു പോയിന്റിൽ ടാപ്പ് ചെയ്ത് പോയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കളിയൊക്കെ കളിക്കുന്നത് കേട്ടോ, അല്ലാണ്ട് വെറുതെ കാണിക്കുന്നതല്ല. നിങ്ങൾക്ക് അറിയാം അല്ലെ ഞാൻ എന്തുകൊണ്ടാണ് എടുത്തതെന്നുള്ളതൊക്കെ റീസൺ ആണ് പറയുന്നത്. 4 അവറിൽ വന്ന് ടാപ്പ് ചെയ്ത് പോയത് കൊണ്ട് മാത്രം ഇങ്ങനെ ചെയ്യുന്നു. ദെൻ ഇതിന്റെ 50% ഇത് തന്നെ ആയിരിക്കാം, വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, അറിയാലോ. ദെൻ 50% എന്തിനു വേണമെങ്കിൽ മാത്രം വരച്ചാൽ മതി, 30ന്റെ മേലെ ഉണ്ടെങ്കിൽ നോക്കാം. 32, ഓ ഭയങ്കര കൂടുതൽ, അതുകൊണ്ട് 50 തന്നെ വേണം കേട്ടോ. നോക്കിയേ 30, ഓക്കെ, ഇത്രയെങ്കിലും നമ്മൾ കവർ ചെയ്യാം. ഇനി എങ്ങോട്ടായിരിക്കും ടാർഗറ്റ്? എക്സ്റ്റേണൽ. എന്റെ എക്സ്റ്റേണൽ ടാർഗറ്റ് നമുക്ക്, എന്റെ മെയിൻ ടാർഗറ്റ് എത്ര നിങ്ങൾക്ക് അറിയാം, 100 പിപ്സ് അല്ലേ. 100 പിപ്സ് എക്സ്റ്റേണൽ. ഇത് സബ് എൻട്രി ആണ്. ഇതിന്റെ റിസ്ക് വളരെ കുറച്ചേ ഞാൻ ചെയ്യുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ മേലെയാണ് എന്റെ മെയിൻ എൻട്രി കിടക്കുന്നത് കേട്ടോ. ദെൻ നമുക്ക് നോക്കാം. പ്രൈസ്, ഓ പ്രൈസ് ഓർഡർ ബ്ലോക്ക് ഓപ്പണിൽ മിറ്റിഗേറ്റ് ചെയ്ത് പോയി. നമുക്ക് ആ എൻട്രിയും കിട്ടിയില്ല കേട്ടോ. എക്സ്റ്റേണൽ പോയി, നമുക്ക് ആ എൻട്രി ടാപ്പ് ആയില്ല. ഒറ്റ സെക്കൻഡ്, കുറച്ച് വേണം കൊടുക്കട്ടെ. പ്രൈസ് ആ എൻട്രി ടാപ്പ് ചെയ്തില്ല, കുഴപ്പമുണ്ടോ? ഇല്ല, നമുക്ക് മാർക്കിന്റെ ഡയറക്ഷൻ അറിയാം, കരയേണ്ട കാര്യമൊന്നുമില്ല. ഇതിന് പ്രയോറിറ്റി ഉണ്ടെന്ന് വെച്ചാൽ പ്രൈസ് ഇത് പൊട്ടിച്ചത് കൊണ്ട് ഞാൻ അതിന് നോക്കുന്നില്ല. കണ്ടിന്യൂഷൻ എൻട്രി എടുത്തതിന്റെ റീസൺ ഞാൻ പറഞ്ഞു തന്നു കേട്ടോ, എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോക്കാം. ദെൻ അത് ഡിലീറ്റ് ചെയ്തു. അപ്പം കറണ്ട് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ബെയറിഷ് തന്നെയാണ്. 4 അവറിൽ ബെയറിഷ് ആണ്. അപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, പിന്നെയും നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡിംഗ് റേഞ്ച് വെച്ച്, ട്രേഡിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ റീസെന്റ് ആയിട്ടുള്ള റേഞ്ച് ഞാൻ നോക്കുകയാണ്. നോക്കിയാൽ 15 മിനിറ്റിൽ നോക്കുമ്പോൾ ഈ ഒരു ഏരിയ നിന്നാണ് പ്രൈസ് പിന്നെയും പോയത്. നമുക്ക് ഇവിടെ മുതൽ നോക്കാം അല്ലെ. ഇതിന്റെ 50% ഏതാന്ന് നോക്കാം. 50% ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട് അല്ലെ. അപ്പൊ 1 അവറിൽ അതുണ്ട്. ഞാൻ അതിനെ ഡിവൈഡ് ചെയ്ത് ഇവിടെ വിക്സ് സോൺ വരും. എന്താണ് വിക്സ് സോൺ എടുക്കാൻ കാരണം? ഡിവൈഡ് ചെയ്ത് അത്രയും വരും, അതുകൊണ്ടാണ് വിക്സ് സോൺ എടുത്തത് കേട്ടോ. ദെൻ 2 അവറിൽ ഒന്നുമില്ല, 3 അവറിൽ ഒന്നുമില്ല. വേറൊരു ടൈപ്പ് എൻട്രി ഉണ്ട് അവിടെ, പക്ഷെ അതിപ്പോ പറയുന്നില്ല, നമ്മൾ പഠിക്കുമ്പോൾ ചെയ്യാം, വെറുതെ ഇപ്പൊ പറഞ്ഞ കൺഫ്യൂഷൻ ആണ്. ഇനി ഇതിൽ വേറൊരു പ്രശ്നം എന്താ? ലിക്വിഡിറ്റി. 15 മിനിറ്റില് ആ ഒരു ഏരിയ ആണ് ലിക്വിഡിറ്റി. വേറെ ലിക്വിഡിറ്റീസ് ഒന്നും ഇല്ല നമുക്ക് അല്ലെ. അപ്പൊ ഞാൻ ആ സോൺ എടുക്കുന്നില്ല. ഇതാണ് ലിക്വിഡിറ്റി. അതിന്റെ മേലെ എന്താ ഉള്ളത്? ഈ ഒരു ഏരിയ ഉണ്ട്, ഇങ്ങനെ എടുക്കാം അല്ലെ. ഇതിനെ എനിക്ക് വേണേ ട്രസ്റ്റ് ചെയ്യാം, ചെയ്തൂടെ? എന്താ റീസൺ? റീസൺ എന്താന്ന് വെച്ചാൽ ലിക്വിഡിറ്റി വേണം അല്ലെ. എപ്പോഴും നമ്മുടെ എൻട്രിക്ക് ലിക്വിഡിറ്റി ഉണ്ടോ നോക്കുക, അല്ലാത്ത പക്ഷം നമ്മൾ ലിക്വിഡിറ്റി ആയിട്ട് മാറും. 50% ഡിവൈഡ് ചെയ്യാനുള്ള റീസൺ എന്താ? 30 സംതിങ് നമുക്ക് കവർ ചെയ്യാൻ വേണം, അതില്ലാത്ത പക്ഷം നമ്മൾ അത് എടുത്തിരിക്കണം. ഓക്കെ, ഇനി എന്താ വേണ്ടേ? ടാർഗറ്റിംഗ് ടു എക്സ്റ്റേണൽ. ലിക്വിഡിറ്റി ഉണ്ട്, പോയിന്റ് ഉണ്ട്. ഓ പ്രൈസ് നല്ല റിജക്ഷൻ തന്നു പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 50% വരച്ചത് മാറ്റുന്നു. പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കൊന്നും എടുക്കാൻ. പക്ഷെ ഇവിടെ ഒരു സംഭവം സംഭവിച്ചു. എന്താ അത്? നമുക്കിവിടെ ലിക്വിഡിറ്റി ഇല്ലാത്തതുകൊണ്ട് ഈ ലിക്വിഡിറ്റി എടുക്കേണ്ടി വന്നു. പക്ഷെ ഇവിടെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തു, ശ്രദ്ധിച്ചോ? ഇനി എന്ത് വേണം? ഇതിന്റെ മേലെ എന്തെങ്കിലും പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന് ട്രസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട് അല്ലെ. എന്താ അത്? നമ്മൾ ആദ്യം എടുത്ത ഓർഡർ ബ്ലോക്ക് എടുത്തൂടെ? 50%ന്റെ ബോഡി ഞാൻ എന്തുകൊണ്ട് എടുത്തു? 50% അവിടെ ഈ ബോഡി വരുന്നതുകൊണ്ട് അതിനെ എടുത്തു. ഇങ്ങനെ എടുക്കാം. ഇത് ഫെയിൽ ആയാൽ നമുക്ക് ഇതിന് പ്രയോറിറ്റി കൊടുക്കാം കേട്ടോ. ഇനി വെച്ച് നോക്കുക എത്ര ഉണ്ടെന്ന്. 30ന് മേലെ ഉണ്ടാവും. അവിടെ തന്നെ 2 പോയിന്റ് സംതിങ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുക്കുക. ദെൻ സെൽ എടുക്കുന്നു, സ്റ്റോപ്പ് ലോസ് 3 പോയിന്റ് സംതിങ് വെക്കുന്നു, ടാർഗറ്റ് എക്സ്റ്റേണൽ വെക്കുന്നു. 10 എന്റെ മേജർ എന്ന് വെച്ചാൽ 10 100. അത് കഴിഞ്ഞിട്ട് എക്സ്റ്റേണലിലോട്ട് വിടും കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ എൻട്രി. ഓക്കെ, ദെൻ ലിക്വിഡിറ്റി സ്വീപ്പ്. ദെൻ ഇനി എന്താ വേണ്ടേ? എൻട്രി ടാപ്പ് ആണ്. 50% ഒന്ന് എൻട്രി ടാപ്പ് ആവും അല്ലെ. റിജക്റ്റഡ്, അവിടെ നിന്ന് റിജക്ഷൻ ചെയ്തു. അപ്പൊ ഇവിടെ സ്വീപ്പായി, പക്ഷെ ടാപ്പ് ആയില്ല അല്ലെ. നോക്കാം. പ്രൈസ് ഇപ്പൊ കറക്റ്റ് അവിടെ വന്നു. റിജക്ഷൻ നോക്കാം. ഓക്കെ, ന്യൂയോർക്ക് ടൈം ആണ്. റിജക്ഷൻ. എത്ര പിപ്സ് ആണ് നമ്മുടെ ബ്രേക്ക് ഈവൻ എന്ന് പറയുന്നത്? 40 ആയോ? ഓ കറക്റ്റ് 40 ആയി കേട്ടോ. അപ്പൊ നമുക്കിതിൽ ബ്രേക്ക് ഈവൻ ഈ പോയിന്റ് തൊട്ട് കഴിഞ്ഞാൽ അപ്പൊ ബ്രേക്ക് ഈവൻ ആക്കണം. ബ്രേക്ക് ഈവൻ ആക്കി 0 to 0
അങ്ങനെ ആക്കുന്നില്ല, അപ്പോൾ ഇത് പോകുന്ന കാണില്ല കേട്ടോ. ഇങ്ങനെ തൽക്കാലം ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം. 0 to 0. ഓ, ബ്രേക്ക് ഈവൻ കേട്ടോ. നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടിയില്ല, കറക്റ്റ് ബ്രേക്ക് ഈവൻ കിട്ടി. അപ്പോൾ പ്രൈസ് എക്സ്ട്രീമിൽ വന്ന് എന്താ ചെയ്യുന്നതെന്ന് നോക്കട്ടെ. അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ സോൺ പോയി. പക്ഷെ നമുക്ക് ബ്രേക്ക് ഈവനാണ്, സ്റ്റോപ്പ് ലോസ് ഇല്ല. ഒരു പ്രോഫിറ്റ് ഒരു സ്റ്റോപ്പ് ലോസ് ഇല്ലാത്ത ഒരു ബ്രേക്ക് ഈവനാണ് കിട്ടിയത്. കറണ്ട് മാർക്കറ്റ് നമ്മുടെ മെയിൻ എൻട്രി നമുക്ക് ഇവിടെ ഉണ്ട് അല്ലേ, അതിനും പ്രയോറിറ്റി കൊടുക്കാം. നോക്കിയേ എത്രയാണ്, 30 പോയിന്റ് സംതിങ് സ്റ്റോപ്പ് ലോസ്. ഓക്കെ, എങ്ങോട്ടാണ് ടാർഗറ്റ് വരിക, എക്സ്റ്റേണൽ കവർ ചെയ്യുന്നു. ഇതും കൂടെ നോക്കാം. ലിക്വിഡിറ്റി ക്രിയേഷൻ കർവ് ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി, ദെൻ മാർക്കറ്റ് റേഞ്ച് ഒരു ഏരിയ സ്വീപ്പ് ചെയ്യുന്നു. ഫുൾ ലിക്വിഡിറ്റി ക്രിയേഷൻ ആണ്. എനിക്കിത് ലിക്വിഡിറ്റി കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ അതിന് പ്രയോറിറ്റി കൊടുക്കുന്നു. പ്രൈസ് വരുമോ ഇല്ലയോ എന്നറിയില്ല, നോക്കാം. വന്നാലും ഇല്ലെങ്കിലും നമുക്കൊന്നുമില്ല, നമുക്ക് കറണ്ട് മാർക്കറ്റ് സ്ട്രക്ചർ വെച്ച് എൻട്രി എടുത്ത് പോവാം അല്ലേ. നോക്കാം. ഇല്ല, പ്രൈസ് അവിടെ നിന്ന് ജെറ്റ് വിട്ട പോലെ പോയി അല്ലേ. 15 മിനിറ്റ്. ഓക്കെ, അപ്പൊ അത് എവിടെ നിന്ന് പോയേ, 1 അവർ. ഓക്കെ, നോക്കട്ടെ. യെസ്, നോക്കിയേ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടോ, ഓർഡർ ബ്ലോക്ക്, ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യാത്ത ഓർഡർ ബ്ലോക്ക്. നോക്കിയേ ആ ഒരു ഏരിയയിൽ, ഹയർ ടൈം ഫ്രെയിമിലാണ്, ആ ഒരു ഏരിയയിൽ വന്ന പ്രൈസ് ടാപ്പ് ചെയ്തിട്ട് ഇറങ്ങി. അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നേ നമ്മൾ അതിൽ കണ്ടിന്യൂഷൻ എൻട്രി എടുക്കും. നമുക്കത് ശ്രദ്ധിച്ചൊന്ന് നോക്കാം. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ സംഭവം, മനസ്സിലായോ? ഹയർ ടൈം ഫ്രെയിമിൽ അവിടെ വന്ന് പ്രൈസ് ടാപ്പ്, ഇതാണ് ഹയർ ടൈം ഫ്രെയിം സോൺ കേട്ടോ. അതിന്റെ കളർ മാറ്റിത്തരാം. ഹയർ ടൈം ഫ്രെയിം സോൺ ഇതാണ്. പ്രൈസ് അവിടെ വന്ന് ടാപ്പ് ചെയ്തു, നമ്മളത് ശ്രദ്ധിച്ചില്ല. ടാപ്പ് ചെയ്തിട്ട് നമുക്ക് അതിലെ കണ്ടിന്യൂഷൻ എന്തെങ്കിലും, ടാപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂഷൻ എന്തെങ്കിലും എൻട്രി ഉണ്ടോ നോക്കാം. ടാപ്പ് ചെയ്തത് കൊണ്ട് തന്നെ ഞാൻ ലോ ടൈം ഫ്രെയിം പോവാണേ, 5 മിനിറ്റ്. അല്ലാത്ത പക്ഷം ഞാൻ പോവില്ല കേട്ടോ. ഞാൻ എന്തുകൊണ്ടാ പോകുന്നതിനൊക്കെ നിങ്ങൾക്ക് റീസൺ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഇന്റേണൽ സ്ട്രക്ചർ ആണ്. കുറച്ചിന് നമ്മൾ ഇങ്ങനത്തെ ഒരു ബ്രേക്ക് എടുത്തിരുന്നു, ഇന്റേണൽ സ്ട്രക്ചർ. ഓക്കെ, ഇത് ഞാൻ ഇപ്പൊ മാർക്കറ്റ് താഴോട്ട് പോയത് കണ്ടതുകൊണ്ട് വെറുതെ വരച്ചു വെക്കുന്നില്ല, അതിന്റെ റീസൺ അറിയാം. അത് പോട്ടെ, നമുക്ക് മേജർ സ്ട്രക്ചർ തന്നെ എടുക്കാം കേട്ടോ. പ്രൈസ് കണ്ടിന്യൂഷൻ ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്ത് പോട്ടെ, അഗെയിൻ ടാപ്പ്, കാരണം അതൊക്കെ പോട്ടെ. നമുക്ക് മേജർ എന്തെങ്കിലും നടക്കുന്നുണ്ടോ നോക്കാം. യെസ്, നോക്കിയേ ഇന്റേണൽ, ഇതൊക്കെ ഇന്റേണൽ ആണ് കേട്ടോ, അത് ഞാൻ വരയ്ക്കുന്നില്ല, പോട്ടെ. യെസ്, വിക്ക് ബ്രേക്ക് ആണ്. നമ്മൾ കണ്ടിന്യൂഷൻ എൻട്രിക്ക് വിക്ക് ബ്രേക്ക് ആയാലും മതി, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. നോക്കി, അപ്പം 15 മിനിറ്റ് ലൈനിന് മേലെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ, അല്ലെങ്കിൽ 5 മിനിറ്റ് തന്നെ കണ്ടിന്യൂഷൻ. വെറുതെ ഒന്ന് ട്രേഡിംഗ് റേഞ്ചും കൂടെ വരച്ച് നോക്കാം കേട്ടോ. കിട്ടുമോ ഇല്ലയോ എന്നല്ല, നോക്കാം. വന്ന് വരുവാണെങ്കിൽ എടുക്കാമല്ലോ. പിന്നെ മേലെ എന്താ ഉള്ളത്, ഇവിടെ ഒരു ഏരിയ അല്ലേ, ഇങ്ങനെ എടുക്കാം. 50 മിനിറ്റ് അവിടെ എന്തെങ്കിലും ഉണ്ടോ, 50 മിനിറ്റ് സെയിം, അവിടെ ഓർഡർ ബ്ലോക്ക് ഉണ്ട്, അതിന് പ്രയോറിറ്റി കൊടുക്കാം. ഇല്ല, പ്രൈസ് വന്നില്ല, പ്രൈസ് പോയി. ഓക്കെ, പോട്ടെ. അപ്പൊ പ്രൈസ് ഇപ്പൊ എവിടെ നിന്ന് പോയെന്ന് ഞാൻ റീസൺ പറഞ്ഞ മനസ്സിലായോ. 4 അവറിന്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വന്ന് ടാപ്പ് ചെയ്തു, എന്നിട്ട് പ്രൈസ് പോയി. നമ്മളത് കണ്ടില്ല, കണ്ടിരുന്നെങ്കിൽ നമ്മൾ എടുക്കുമായിരുന്നു കേട്ടോ. പോട്ടെ, സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോ, ഇല്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്കിവിടെ കറണ്ട് മാർക്കറ്റ് സ്ട്രക്ചർ 4 അവറിൽ എന്താ കിട്ടിയേ, ബെയറിഷ്. 1 അവറിൽ എന്താ കിട്ടിയേ, ഒന്നും കിട്ടിയില്ല. സോറി, 1 അവറിൽ ബെയറിഷും 4 അവറിൽ നമുക്ക് മേജർ ബ്രേക്ക് സ്ട്രക്ചർ ബെയറിഷ് തന്നെയാണ്, ബുള്ളിഷ് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് രണ്ട് കറണ്ട് മാർക്കറ്റ് സ്ട്രക്ചറും ബെയറിഷ് ആണ്. സെല്ല് തന്നെ പ്രയോറിറ്റി കൊടുക്കാം. എന്ത് ചെയ്യുന്നു, ഇത് തന്നെ പ്രീമിയം ഡിസ്കൗണ്ട് കൺസെപ്റ്റ് തന്നെ അല്ലേ. ഇതിന്റെ മേലെ ലിക്വിഡിറ്റി ഉണ്ട്, നോക്കി, ഇത് ലിക്വിഡിറ്റി ആക്കി എടുത്തൂടെ അല്ലേ. അതിന്റെ മേലുള്ള പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ കുറച്ച് നേരം വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. 4 അവറിൽ ഓർഡർ ബ്ലോക്ക്. നിങ്ങൾക്ക് മടുക്കുന്നുണ്ടോ ഞാൻ പറയുന്ന ഈ ക്ലാസ്? ഇതാവുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിൽ മടുപ്പ് വരുന്നുണ്ടെങ്കിൽ സ്പീഡിൽ അടിച്ചുവിട്ട് കാണുക, ഇല്ലെങ്കിൽ വിട്ടേക്കുക കേട്ടോ. ബാക്ക് ടെസ്റ്റ് കാണാൻ താല്പര്യമില്ലാത്തവരാണ് വിട്ടേക്കുക. ദെൻ 2 അവറിലാണ്, 3 അവർ, ദെൻ 3 അവറിൽ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട് അല്ലേ, എടുക്കാം. ദെൻ ഇനി എന്ത് ചെയ്യാം, നമ്മുടെ പോയിന്റ്, എനിക്ക് ലിക്വിഡിറ്റി ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ, അത് സ്വീപ്പ് ചെയ്തു അല്ലേ, അപ്പൊ നമുക്ക് എടുക്കാം. പക്ഷെ എനിക്ക് ഈ ഒരു സോൺ അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നില്ല, കംപ്ലീറ്റ് ഒരു ലിക്വിഡിറ്റി പോലെയാണ് തോന്നുന്നത്. കണ്ട, ഇങ്ങനെ കുറെ പ്രൈസ് വന്നവിടെ ടാപ്പ് ചെയ്താൽ ഇറ്റ്സ്
വിൽ കൺസിഡർ ആസ് ലിക്വിഡിറ്റി. നമ്മൾ പഠിച്ച സംഭവം അല്ലേ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ എൻട്രി എടുക്കുവാണെങ്കിൽ തന്നെ ഫുൾ റിസ്ക് ഇടുന്നില്ല. നമ്മൾ എടുക്കുന്നതിന് നേരെ പകുതി, ബാക്കി റൺ ചെയ്താൽ നമുക്ക് കണ്ടിന്യൂഷൻ എടുക്കാം. ആദ്യം 10 പിപ്സ് ടാർഗറ്റ് ചെയ്യുന്നു, അതിനുശേഷം എക്സ്റ്റേണൽ നോക്കാം കേട്ടോ. ലിക്വിഡിറ്റി ക്രിയേഷൻ. ഓക്കെ, ലിക്വിഡിറ്റി ക്രിയേഷൻ. അപ്പോൾ ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെയും ലിക്വിഡിറ്റി ഉണ്ട്. പക്ഷെ നോക്കാം, നമ്മൾ പകുതി റിസ്ക് എടുക്കുന്നുള്ളൂ. എന്നിട്ട് റൺ ചെയ്യുകയാണെങ്കിൽ മാത്രം ഫുൾ റിസ്ക് എടുക്കാം. പ്രൈസ് പിന്നെ ലിക്വിഡിറ്റി ക്രിയേഷൻ, ലിക്വിഡിറ്റി, ഫുൾ ലിക്വിഡിറ്റി. അമ്പോ സ്വീപ്പ് അല്ലേ. അപ്പൊ ഈ ലിക്വിഡിറ്റി എടുത്തു, ഇതും എടുത്തു. അപ്പൊ നമുക്ക് അവിടെ ഒരു ലോസ് വന്നു. ഓക്കെ, പോട്ടെ. അപ്പൊ ലോസ് വന്നു. എന്താണ് മാർക്കറ്റ് അവിടെ ഈ ഏരിയ സ്വീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ അതിന് ഇനി ആ ട്രേഡിംഗ് റേഞ്ചിനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം 1 അവറിൽ എന്താ നടന്നത് നോക്കട്ടെ. 1 അവറിൽ മാർക്കറ്റ് ബെയറിഷ് ആയിരുന്നു. മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്തത് വിക്കാണ്, അതുകൊണ്ട് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ബെയറിഷ് തന്നെയാണ് കറണ്ട് മാർക്കറ്റ്സ് ഒക്കെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവർ ഏരിയ, അതുകൊണ്ട് ഞാൻ അവിടെ ഒന്നും ചെയ്യുന്നില്ല. വെയിറ്റ് ചെയ്യാം കേട്ടോ, എന്താ സംഭവിക്കുന്നത് നോക്കാലോ. റിജക്ഷൻ തന്നു. വേണമെങ്കിൽ ഇങ്ങനെയും കൂടെ ആവാട്ടെ, ഇതേ ലിക്വിഡിറ്റി ആക്കി എടുത്ത് ഈ ഒരു സോണ് ഇങ്ങനെയും കൂടെ ആവാം. അതിൽ ടാപ്പ് ആയിട്ടില്ല അല്ലേ. നോക്കാം. ബെയറിഷ് തന്നെയാണ് മാർക്കറ്റ്, ബുള്ളിഷിലോട്ട് കൺവേർട്ട് ആയിട്ടില്ല. ഇന്റേണൽ സ്ട്രക്ചർ നോക്കും. ഇപ്പൊ എന്ത് സംഭവിച്ചു? സോൺ പോയിട്ട് നമ്മളിവിടെ എൻട്രി ഒന്നും എടുക്കൂല കേട്ടോ, കാരണം എന്താ, മാർക്കറ്റിന്റെ കറണ്ട് മാർക്കറ്റ് സ്ട്രക്ചർ നോക്കുമല്ലേ. ലിക്വിഡിറ്റി സ്വീപ്ഡ്, ഒരു ഏരിയ ഫുള്ള് സ്വീപ്പ് ചെയ്ത് പ്രൈസ് ബുള്ളിഷ് ബ്രേക്ക് തന്നു, മേജർ ബ്രേക്ക് തന്നു അല്ലേ. ദെൻ 4 അവറിൽ എന്താ സംഭവിച്ചേ? 4 അവർ ഇത് നടന്നു പോയ ക്യാൻഡിലാണ്, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നത് മാത്രം. നോക്കി, 4 അവർ ഓൾസോ സെയിം ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലേ. 4 അവറിലും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. 4 അവറിൽ ഇവിടെ റൺ ആയിട്ടില്ല, എന്നാലും നടന്ന സംഭവം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 2 ടൈം ഫ്രെയിം ബുള്ളിഷ് കാണിച്ചു തന്നു. ഇനി ബയർസിനെ ട്രസ്റ്റ് ചെയ്യണോ? വേണ്ട. ഇനി എന്ത് ചെയ്താൽ മതി? ബുള്ളിഷ് മാർക്കറ്റിലെ ബുള്ളിഷ് ബൈയിങ്ങിന് മാത്രം പ്രയോറിറ്റി കൊടുക്കുക. അപ്പൊ ഇതിന് 50% താഴെ എന്താ ഉള്ളത്? 50 മിനിറ്റിൽ വന്നു. 1 അവർ ലിക്വിഡിറ്റി നോക്കാനാട്ടോ 50 മിനിറ്റ് പോയാൽ എന്തെങ്കിലും ഉണ്ടോന്ന്. ഈ ഒരു ഏരിയനെ എടുക്കാം കേട്ടോ. ഓക്കെ, ഇനി അതിന്റെ താഴെ 50% താഴെ എന്തെങ്കിലും ഉണ്ട്, അതിനെ ട്രസ്റ്റ് ചെയ്യാം. 1 അവർ നോക്കുന്നു, 2 അവർ നോക്കുന്നു, 3 അവർ നോക്കുന്നു, നത്തിങ്. 4 അവർ നോക്കുന്നു. അവിടെ വേറൊരു സംഭവം ഉണ്ട്, പക്ഷെ അത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പഠിച്ചില്ല. സോറി, ഡെയിലി ഞാൻ നോക്കുന്നില്ല കേട്ടോ, പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിച്ച് തരാം, എന്നിട്ട് അത് നോക്കാം കേട്ടോ, അല്ലാണ്ട് പറഞ്ഞാൽ കൺഫ്യൂഷൻ. ദെൻ ഇതിന്റെ താഴെ ഞാൻ നോക്കുമ്പം ഒന്നും കിട്ടുന്നില്ല. 1 അവറിൽ എക്സ്ട്രീം പോയിന്റ് ഉണ്ട്, ഓർഡർ ബ്ലോക്ക്. അതെടുക്കണം, ഇത്രയും എക്സ്ട്രീം ആണ്, കുഴപ്പമില്ല, വരുവാണെങ്കിൽ എടുക്കാം അല്ലേ. 3 അവറിലും അതിനെക്കാട്ടും മേലെ ഉണ്ട് അല്ലേ. അങ്ങനെ നോക്കാം. ഓക്കെ, പോട്ടെ. ഇനി പ്രൈസ് വരുമോ നോക്കാം. നമ്മളെ എൻട്രി ഇവിടെ എടുത്താൽ, ഇത് വലിയ സ്റ്റോപ്പ് ലോസ് കവർ ചെയ്യാനുള്ളത്, അപ്പൊ പേടിക്കാനില്ല. എക്സ്റ്റേണൽ ലിക്വിഡിറ്റി, പ്രൈസ് അതൊക്കെ പൊട്ടിച്ചങ്ങ് ആകാശം വിട്ടു അല്ലേ. നോക്കി, അപ്പൊ നമുക്ക് കറണ്ട് മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് പോയതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഹ്യൂജ് ബുള്ളിഷ്. അപ്പൊ ലിക്വിഡിറ്റി ഏതാക്കാം? ഒരു ഏരിയ ഫുള്ള് ലിക്വിഡിറ്റി, അതിന്റെ താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ട്രസ്റ്റ് ചെയ്യാം അല്ലേ. ഓക്കെ, പ്രൈസ് 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 ഫ്ലൈ അല്ലേ. ഇവിടെ ഒന്നും ചെയ്യാനില്ല, ഇവിടെയൊക്കെ നോക്കിയിരിക്കാന്നല്ലാതെ അവിടെ ഒന്നും ചെയ്യാനില്ല കേട്ടോ. നമ്മൾ അവിടെ ഒന്നും പോയിട്ട് ചാടി തല വെക്കുന്നില്ല. നമുക്ക് മാർക്കറ്റിന്റെ ഘടന മനസ്സിലാവണം. ബുള്ളിഷ് അഗൈൻ, മാർക്കറ്റ് ബുള്ളിഷ് പൊട്ടിച്ച് പോവാം അല്ലേ. ദെൻ പ്രൈസ് എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു സംഭവം സംഭവിച്ചു. നോക്കി, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ടു അപ് സൈഡ്, അതിനുശേഷം ഇത് ബ്രേക്ക് ആയിട്ടില്ല, വിക്ക് ബ്രേക്ക് ആണ്. വിക്ക് ബ്രേക്ക് നമുക്ക് പറ്റില്ല, നമുക്ക് ബോഡി ബ്രേക്ക് തന്നെ വേണം. മാർക്കറ്റ് ബുള്ളിഷ് ആണ്, ഇപ്പോഴും ബുള്ളിഷ് ആണ്. ബെയറിഷ്. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇല്ല, പ്രൈസ് 50% ടാപ്പ് ചെയ്ത് റിജക്ട് ചെയ്തു അല്ലേ. അവിടെ നമുക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നുമില്ല, ഒന്നുമില്ല, പോട്ടെ. എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. 50% ടാപ്പ് ചെയ്തിട്ട് കയറിപ്പോയി. 2 അവറിൽ അവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? 2 അവർ ഒന്നുമില്ല. 3 അവർ നത്തിങ്. അവിടെയൊക്കെ അഡ്വാൻസ് കൺസെപ്റ്റിൽ എൻട്രി ഉണ്ട് കേട്ടോ, അത് അഡ്വാൻസ് കൺസെപ്റ്റ് ആണെന്ന് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ നമ്മൾ ബേസിക് പഠിക്കുന്നതുകൊണ്ട് അതിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇപ്പൊ മാർക്കറ്റ് എന്ത് ചെയ്തു? ബെയറിഷ്. മാർക്കറ്റ് ബെയറിഷ്. കറണ്ട് മാർക്കറ്റ് സ്ട്രക്ചർ 1 അവറിൽ ബെയറിഷ്. ബാക്കി എല്ലാം ഡിലീറ്റ് ചെയ്യാണ്. ഇനി ഇവന് പ്രയോറിറ്റി ഞാൻ കൊടുക്കുന്നുണ്ടോ? ഇല്ല. കറണ്ട് മാർക്കറ്റ്, എനിക്ക് കറണ്ട് മാർക്കറ്റ് എന്താ ചെയ്യുന്നതെന്ന് അറിയണ്ട, അല്ലാണ്ട് പണ്ടത്തെ പുരാതന കാലത്തിൽ എന്ത് നടന്നു എന്ന് അറിയാൻ കാര്യമില്ല. കറണ്ട് മാർക്കറ്റ് സ്ട്രക്ചർ എന്ത് ചെയ്തേ? ബെയറിഷ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലേ.
ഇനി എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം ലൈൻ ചാർട്ടിൽ കാണാം അല്ലെ, ക്ലീനർ ഏരിയ മെയിൻ സ്ട്രക്ചർ ഇസ് കോൾഡ് ബ്രോക്കൺ അല്ലേ. അപ്പം അത് സംഭവിച്ചു 50 മിനിറ്റ്, സോറി 50 മിനിറ്റ് ആട്ടോ ഞാൻ എടുത്തത്. 1 അവറിലുണ്ട് 1 അവറിലുണ്ട്. 4 അവറിൽ ഒന്നുമില്ല. 4 അവറിൽ മാർക്കറ്റ് ഈസ് ഓൺ ബുള്ളിഷ്, 1 അവറിൽ മാർക്കറ്റ് ഈസ് ഓൺ ബെയറിഷ്. ഇങ്ങനെ വരുമ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പൊ ഡെയിലി നോക്കിയാൽ ഡെയിലി ആകെ കൂടെ കൺഫ്യൂഷൻ ആവും. ഡെയിലി ബുള്ളിഷ് തന്നെയാണ് കേട്ടോ. അപ്പൊ 2 ടൈം ഫ്രെയിം ബുള്ളിഷ് കാണിക്കുന്നതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല, മിണ്ടാണ്ടിരിക്കുകയാണ് കേട്ടോ. നോക്കാം എന്താ ചെയ്യുന്നത് നോക്കാം. ബെയറിഷ് 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 4 അവറിൽ എന്തെങ്കിലും സംഭവിച്ചോ? 4 അവറിൽ നത്തിങ് അമ്പോ. വിക്ക് ബ്രേക്ക് 4 അവറിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല, രണ്ടും വിക്ക് ബ്രേക്ക് ആണ്. 1 അവറിൽ നോക്കിയേ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ടു അപ്സൈഡ്, ദെൻ യെസ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ടു മേജർ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ടു ഡൗൺ സൈഡ്, മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് 1 അവറിൽ. ദെൻ 4 അവറിൽ യെസ് 4 അവർ ഓൾസോ സെയിം ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ടു ഡൗൺ സൈഡ്. അതാ ക്യാൻഡൽ റൺ ആയപ്പോൾ കഴിഞ്ഞതാണേ. അപ്പൊ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണ്, 1 അവർ ഡൗൺ ട്രെൻഡ്, 4 അവർ ഡൗൺ ട്രെൻഡ്. അങ്ങനെയാണ് നമ്മൾ ഏതിൽ ട്രസ്റ്റ് ചെയ്യണം? ഡൗൺ ട്രെൻഡ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 50% ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? പോയിന്റ് ദെൻ ഈ 50% ഉള്ളിൽ എന്ത് വേണം? ലിക്വിഡിറ്റി വേണം. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇവിടെയുള്ളത് നോക്കിയേ, ഇത് ലിക്വിഡിറ്റി. ഇതിന്റെ മേലെ ഇനി എന്ത് വേണം? ഹൈ ടൈം ഫ്രെയിമിന്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. വലിയൊരു ഓർഡർ ബ്ലോക്ക് ആണ്, നമ്മൾ ആ ഓർഡർ ബ്ലോക്ക് എടുക്കേണ്ട കാര്യമുണ്ട്. എന്നിട്ട് നമുക്ക് നോക്കാം, വേറെ ടൈം ഫ്രെയിമിൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം കേട്ടോ. 50 മിനിറ്റ്, 1 അവർ, 2 അവർ, 3 അവർ. യെസ് 3 അവറിലെ എക്സ്ട്രീം പോയിന്റിൽ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. 4 അവർ, 4 അവറിൽ ആ ഒരു ഏരിയ ഉള്ളത്. 30 മിനിറ്റ്സ് ജസ്റ്റ് നോക്കട്ടെ. 30 മിനിറ്റ്സിലും ഒന്നുമില്ല. 50 മിനിറ്റ്സിൽ എന്തെങ്കിലും ഉണ്ടോ? 50 മിനിറ്റ്സ് ഇതിനും മേലെ അത് വേറൊരു സംഭവമാണ്, അതുണ്ട്. പക്ഷെ അത് എടുക്കണ്ട, നമ്മൾ കൺഫ്യൂഷൻ ആക്കണ്ട. ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഞാൻ എക്സ്ട്രീം പോയിന്റ് എടുത്തു പോട്ടെ. നമുക്ക് അത് തന്നെ നോക്കാം, ആ ഓർഡർ ബ്ലോക്കിലോട്ട് പ്രൈസ് വരുമോ നോക്കാം കേട്ടോ. ദെൻ ഇനി എന്താ വേണ്ടേ? ഇത് വെച്ച് നോക്കുക, നമ്മുടെ പ്രൈസ് അത് വലുതാണ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 50% ഡിവൈഡ് ചെയ്യണം. 50% ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇതിന്റെ മേലോട്ടാണെങ്കിൽ എടുക്കുക, ദെൻ സെൽ. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇത്രയും കവർ ചെയ്യുന്നു. ടാർഗറ്റ് 10 പിപ്സ് ആദ്യം, അതിനുശേഷം എക്സ്റ്റേണൽ. പ്രൈസ് അടുക്കുന്നില്ല, പ്രൈസ് അവിടെ നിന്ന് റിജക്ട് ചെയ്യുന്നു. റിജക്ഷൻ 50% ലിക്വിഡിറ്റി സ്വീപ്പ്. ഒന്നിലും തട്ടിയിട്ടില്ല, തട്ടിയിരുന്നെങ്കിൽ എനിക്ക് അതിന്റെ കണ്ടിന്യൂഷൻ നോക്കാം. എൻട്രി പോയില്ലേ? ഇല്ല. പ്രൈസ് തിരിച്ച് കയറുന്നുണ്ട്, നോക്കാം. നമ്മളെ എടുത്ത് കാട്ടിക്കളയാനുള്ള വരവാണോ അതോ എൻട്രി എടുക്കാനുള്ള വരവാണോ നോക്കാം. ലിക്വിഡിറ്റി, എനിക്കിത് ലിക്വിഡിറ്റി ആണ് കേട്ടോ. എനിക്ക് നിങ്ങൾക്കൊക്കെ ലിക്വിഡിറ്റി ആണ്. ഇല്ല, പ്രൈസ് അവിടെ എന്തിലും അഡ്വാൻസ് എസ് എം സി ആണെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ്. ഇതൊരു ഓർഡർ ബ്ലോക്കിൽ നമ്മൾ പഠിച്ച സംഭവം നോക്കിയേ, ഞാൻ ഡിലീറ്റ് ആക്കട്ടെ. ഓർഡർ ബ്ലോക്കിൽ പ്രൈസ് വന്ന് ടാപ്പ് ചെയ്തു. ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബൾക്കി ക്യാൻഡിൽ പ്രൈസ് വന്ന് ടാപ്പ് ചെയ്തു, 50% ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. പ്രൈസ് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തുകൊണ്ട് ഇത് ലിക്വിഡിറ്റി ആക്കി എടുക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് എനിക്കൊക്കെ ലിക്വിഡിറ്റി ആണ് വിട്ടുകളാം, കാരണം ഓൾറെഡി ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ദെൻ നമ്മുടെ ഓർഡർ ബ്ലോക്കിലാണ് പ്രൈസ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടിന്യൂഷൻ എൻട്രി നോക്കാം അല്ലെ. ഇതിന് പ്രയോറിറ്റി ഉണ്ട് കേട്ടോ, അങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. ഇത് ഫെയിൽ ആവോ ഇല്ലെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് പോയി നോക്കാം. എന്തിനാ കൺഫർമേഷൻ എൻട്രി ആയിട്ടാ ഞാൻ പറയുന്നത്. ഓക്കെ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ ഉണ്ട്. അതിനുശേഷം പ്രൈസ് എന്തിൽ വരണം? ഓർഡർ ബ്ലോക്ക്. നമ്മുടെ ഓർഡർ ബ്ലോക്ക് ഏതാ? ഓർഡർ ബ്ലോക്ക്. ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് ശേഷം പ്രൈസ് ഇങ്ങോട്ട് കയറി വരണം. പ്രൈസ് വന്നില്ല നമ്മുടെ മെയിൻ ഓർഡർ. ഇത് നമുക്ക് മിസ് ആയതാട്ടോ, എനിക്ക് പറ്റിയ തെറ്റാണത്. ബൾക്കി ക്യാൻഡിൽ ആയതുകൊണ്ട് ഞാൻ ഒഴിവാക്കി. പക്ഷേ പ്രൈസ് ആ ഒരു ഏരിയയിൽ വന്ന് 50% ടാപ്പ് ആണോ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ എൻട്രി എടുക്കായിരുന്നു. ഇല്ല അല്ലേ, എടുക്കാൻ പറ്റില്ല. പക്ഷെ അതാ പ്രൈസ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കറക്റ്റ് ആ പോയിന്റിൽ വന്ന് ടാപ്പ് ചെയ്തു ഇറങ്ങിപ്പോയി. നിങ്ങൾക്ക് മനസ്സിലായില്ല പ്രൈസ് എങ്ങനെ പോയെന്ന്? അപ്പൊ ആ സംഭവമാണ് ഇവിടെ നടന്നത്. നമുക്ക് ആ എൻട്രി മിസ്സായി. ഓക്കെ, അപ്പം അത് ഹ്യൂജ് ഡ്രോപ്പ് ആണ്. ഓക്കെ,
ആ എൻട്രിയും കയ്യിൽ നിന്ന് പോയി. പക്ഷെ നമ്മൾ സംഭവം പഠിച്ച സംഭവമാണ് ഈ നടന്നു പോയത് കേട്ടോ. മാർക്കറ്റിന്റെ കറണ്ട് സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ എൻട്രി നോക്കി. അപ്പം മടുത്തു, ഒരുപാട് നേരം വിളവിളവിളാന്ന് പറഞ്ഞിട്ട് സൗണ്ട് എന്തോ ആയി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കുക. അപ്പം പെട്ടെന്ന് ആദ്യം ചെയ്യുമ്പോൾ ഒക്കെ കൺഫ്യൂഷൻ ആവും. നിങ്ങൾ ഈ പഠിച്ച കൺസെപ്റ്റ് തന്നെ റിപ്പീറ്റ് ആയിരുന്നു കണ്ട് കാണുക. അതിനുശേഷം മാർക്കറ്റിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. വർക്ക് ആവുന്നുണ്ടോ നോക്കുക. വർക്ക് ആയാൽ നിങ്ങൾ കമന്റ് ഇടുക, വർക്ക് ആവുന്നുണ്ട്. ഇല്ലെങ്കിൽ പറയാ വർക്ക് ആവുന്നില്ല, നീ പറഞ്ഞത് പൊട്ടത്തരാണടാ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഞാൻ വിശ്വസിക്കാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെയാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഇതിന് എന്തെങ്കിലും റിസൾട്ട് കിട്ടുന്നുണ്ടോ നോക്കാം. നോക്കി ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം ഇതൊരു ട്രേഡിംഗ് റേഞ്ച് ആണ് അല്ലേ. Then ഇനി എന്താ ഇവിടെ ഇതിന്റെ താഴെ എന്താ ഉള്ളത്? നല്ല പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഓർഡർ ബ്ലോക്ക്, ബേസിക് എസൻസി ആണേ. ഓർഡർ ബ്ലോക്ക് എൻട്രി എടുക്കാൻ പറ്റുമോ? പറ്റണം. ഇതും കൂടെ നോക്കാം. ഇതും കൂടെ എസ് എൽ അടിച്ചാൽ ഓടാം നമുക്ക്. ഇല്ല. അപ്പോൾ 50% ഡിവൈഡ് ചെയ്യണം. എന്തുകൊണ്ടാണ് 50% ഡിവൈഡ് ചെയ്യുന്നത്? കാരണം 30 പോയിന്റ് അതിന്റെ മേലെ കൂടുതലുള്ളതുകൊണ്ടാണ് കേട്ടോ. എങ്ങോട്ടാ ടാർഗറ്റ്? എക്സ്റ്റേണൽ. ഭയങ്കര വലിയ ടാർഗറ്റ് ആയിരിക്കും. എത്ര? 440 പിപ്പ്. അപ്പം അത് പോകുമെന്ന് നമുക്ക് അറിയേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ പ്രോപ്പർ സെറ്റപ്പ് വരച്ചു വെക്കുന്നു. പ്രൈസ് തൊട്ടില്ല, നമ്മളെ തൊടാണ്ട് മെയിൻ ഓർഡർ ബ്ലോക്ക് എൻട്രി പോയി കേട്ടോ. നോക്കാം. ഓ, പ്രൈസ് വരുമോ? വന്നാൽ എടുക്കട്ടെ ജസ്റ്റ് അല്ലേ. ഇത് ലോവർ ടൈം ഫ്രെയിമിലെ കണ്ടിന്യൂഷൻ എൻട്രി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നോക്കട്ടെ, 5 മിനിറ്റ് കൂടെ നോക്കാം. ഇല്ല, 5 മിനിറ്റ് ഇത്ര ലോങ് ഒന്നും നിങ്ങൾ നോക്കരുത്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ട്. അതിന്റെ താഴെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. അത് ഇത്ര ലോങ് ആണ്, അതൊന്നും എടുക്കണ്ട കേട്ടോ. നിങ്ങൾ അതൊന്നും അങ്ങനത്തെ കളിയൊന്നും കളിക്കണ്ട. അതൊക്കെ വളരെ വലിയ ട്രാപ്പാണ്. ഇതിൽ ടാപ്പായ എൻട്രി എടുക്കുക. അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഇല്ല, പ്രൈസ് അവിടെ നിന്ന് ബ്രേക്ക് വന്ന് അരിച്ചരിച്ച് വളരെ ലിക്വിഡിറ്റിയാണ്. ഇല്ല ഇല്ല ഇല്ല. ഓ, സീപ്പായ പ്രൈസ്. ഇല്ല, ടി പി അടിച്ചിട്ടില്ല. ഓ, എൻ്റെ അമ്മോ, നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒന്ന് പോയിട്ട് നമുക്ക് എൻട്രി കിട്ടിയില്ല. ഇല്ലാത്തത് ഇല്ല എന്ന് തന്നെ പറയണം അല്ലേ. കിട്ടിയിരുന്നെങ്കിൽ 440 പിക്സ് സ്വിംഗ് ട്രേഡ് അല്ലേ. ഇൻട്രാഡേ ഈസ് കൺവേർട്ടഡ് ടു സ്വിംഗ്. ഓക്കെ, പോട്ടെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഓരോ പേഴ്സ് നിങ്ങൾ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഇന്ന് ചെയ്ത് നാളെ തന്നെ കോടീശ്വരൻ ആവാന്ന് വിചാരിക്കരുത്. ഞാൻ പറയുന്നു, മെല്ലെ 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 ഗ്രോത്ത് ഉണ്ടാവും. പക്ഷെ മെല്ലെ 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 പ്രാക്ടീസ് ചെയ്ത് ഓരോ ദിവസവും അപ്ഗ്രേഡ് ആയി വന്നുകൊണ്ടിരിക്കുക. ഡൗൺഗ്രേഡ് ആവരുത്. എസ് എൽ അടിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. ഡൗൺഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കരുത്. മാർക്കറ്റ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ 24 മണിക്കൂർ മാർക്കറ്റിന് മുമ്പിൽ വരുന്ന ലൈവ് മാർക്കറ്റിൽ വെറുതെ സ്ട്രെസ് ആവരുത്. പഠിച്ചതിന് ശേഷം നമ്മൾ മാർക്കറ്റിന് മുമ്പിൽ കുറച്ച് നേരം മാത്രമേ സ്പെൻഡ് ചെയ്യാവുള്ളൂ. പഠിക്കാൻ കുറേ നേരം സ്പെൻഡ് ചെയ്യുക. പഠിച്ചതിന് ശേഷം ട്രേഡ് എടുക്കുമ്പോൾ മാത്രം വളരെ ലിറ്റിൽ ടൈം മാത്രം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുക. പഠിക്കാൻ കുറേ ടൈം എടുത്താൽ ഞാൻ പറഞ്ഞു, പക്ഷേ ട്രേഡ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യരുത്. അപ്പം തൊണ്ട വരണ്ടു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, ബൈ.